എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും എത്തിയോ? കുറെ ആളുകളൊക്കെ എത്തിയിട്ടുണ്ട്, ഇനിയും കുറച്ച് ആളുകൾ എത്താനുണ്ട് അല്ലേ? എൻ്റെ പേര് റയാൻ മുഹമ്മദ്. മലപ്പുറം ജില്ലയിൽ വേങ്ങരക്കടുത്ത് കുന്നംപുറമാണ് എൻ്റെ സ്വദേശം. ഞാൻ ബേസിക്കലി ഒരു ടീച്ചറാണ്. വിംബിൾ അക്കാഡമി നടത്തുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സിന്റെ 16ാമത്തെ ബാച്ചിലെ സ്റ്റുഡൻ്റാണ്. ചെറുപ്പം മുതലേ ഒരു ട്രെയിനർ ആകണമെന്ന തീവ്രമായ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ സാഹചര്യം അത് പുറത്തു പറയാൻ പറ്റാത്ത വിധത്തിലായി. ഇപ്പോൾ അനുകൂലമായ സാഹചര്യം ഉണ്ടായപ്പോൾ വിംബിൾ അക്കാഡമിയെ കുറിച്ച് മനസ്സിലാക്കുകയും പ്രിയപ്പെട്ട ഫൈസൽ സാറുമായി ബന്ധപ്പെടുകയും അതിന്റെ 16ാമത്തെ ബാച്ചിലെ ഒരു സ്റ്റുഡന്റ് ആകാൻ കഴിയുകയും ചെയ്തത് ഒരു മഹാഭാഗ്യമായി കരുതുകയാണ്. ഈ മനോഹരമായ വേദിയിൽ കുറച്ചു സമയം നിങ്ങളുമായി സംവദിക്കാൻ കഴിഞ്ഞതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടറും നമ്മുടെ എല്ലാം റോൾ മോഡലുമായ പ്രിയപ്പെട്ട ഫൈസൽ സാറും ഈ വേദിയിൽ ഉണ്ടെന്നറിയുമ്പോൾ സന്തോഷം ഇരട്ടി മധുരമാവുകയാണ്. നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ വിംബിൾ അക്കാഡമി നടത്തുന്ന പ്രൊഫഷണൽ ട്രെയിനിങ് കോഴ്സ് പൂർത്തിയാക്കിയ സ്റ്റുഡൻസ് ആണ് ട്രെയിനേഴ്സ് ടോക്ക് എന്ന പ്രോഗ്രാമിൽ വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇന്ന് നമ്മോട് സംസാരിക്കുന്നത് പ്രഗത്ഭനായ ട്രെയിനറും മികച്ച അധ്യാപകനും MSc ബിരുദധാരിയുമായ അബ്ദുൽ വഹാബ് സാറാണ്. അദ്ദേഹം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിക്കടുത്ത് കീഴ്ശ്ശേരി സ്വദേശിയാണ്. അദ്ദേഹം ഇന്ന് സംസാരിക്കുന്നത് പാരന്റിംഗ് എന്ന വിഷയത്തെക്കുറിച്ചാണ്. പാരന്റിംഗ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി വളരെയേറെ പ്രാധാന്യമർഹിക്കുന്ന ഒരു വിഷയമാണ്. നമുക്കൊക്കെ അറിയാം, നമ്മുടെ കുടുംബത്തിന്റെ, നമ്മുടെ നാടിന്റെ എന്ന് വേണ്ട നമ്മുടെ രാജ്യത്തിന്റെ തന്നെ ഭാവിയെ നിർണയിക്കുന്നത്, ഭാവിയെ രൂപപ്പെടുത്തിയെടുക്കുന്നത്, ഭാവിയെ സംവിധാനിക്കുന്നത് വരും തലമുറയാണ്. ആ തലമുറ ശരിയായ വിധത്തിൽ വളർന്നു വരണമെങ്കിൽ ഇപ്പോഴത്തെ തലമുറക്ക് ആവശ്യമായ അത്യന്താപേക്ഷിതമായ പാരന്റിംഗ് വളരെ വ്യക്തമായി അറിഞ്ഞിരിക്കണം. അത് പ്രഗ്നൻസി പീരീഡിൽ നിന്ന് തുടങ്ങി വളരെ നല്ല രീതിയിൽ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രതീക്ഷക്ക് ഒത്ത രൂപത്തിൽ ഒരു തലമുറയെ, ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സ്നേഹപുരസ്കാരം സൂചിപ്പിക്കുന്നത്, ഈ സെഷന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ നിങ്ങളുടെ മനസ്സും ഇവിടെ ഉണ്ടാകണം. നമ്മൾ ഈ ട്രെയിനിങ്ങിന് വരുന്നത്, ഈ സെഷനിലേക്ക് വരുന്നത് എപ്രകാരമാണോ അപ്രകാരമാകരുത് നമ്മൾ തിരിച്ചു പോകുന്നത്. നമ്മളിൽ വ്യക്തമായ ഒരു മാറ്റമുണ്ടായ രൂപത്തിൽ വേണം നമുക്ക് തിരിച്ചു പോകാൻ. സന്തോഷത്തോടെ, അതിലേറെ ഊഷ്മളമായ സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ ഈ സെഷൻ അവസാനിച്ച് പിരിഞ്ഞു പോകാൻ പറ്റുന്ന രൂപത്തിൽ പാരന്റിങ്ങിനെ കുറിച്ച് വളരെ കാര്യഗൗരവത്തോടെ മനസ്സിലാക്കാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഇന്നത്തെ ചീഫ് ഗസ്റ്റ് പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് സാർ. അദ്ദേഹം വിംബിൾ അക്കാഡമിയിലെ 6ാം ബാച്ചിലെ സ്റ്റുഡൻ്റ് ആണ്. പ്രൊഫഷണൽ ട്രെയിനേഴ്സ് കോഴ്സ് പൂർത്തീകരിച്ചതിന് ശേഷം 2ാമത്തെ തവണയാണ് അദ്ദേഹം ട്രെയിനേഴ്സ് ടോക്ക് എന്ന പരിപാടിയിൽ സംബന്ധിക്കുന്നത്.
ഇതിനു മുമ്പ് അദ്ദേഹത്തെ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്ത ആളുകളാണ് നമ്മളിൽ പലരും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമില്ല. പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് സാറെ വളരെ സ്നേഹപൂർവ്വം സന്തോഷത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതോടൊപ്പം നമ്മുടെ വിംബിൾ അക്കാഡമിയുടെ ഫൗണ്ടർ കൂടിയായ പ്രിയപ്പെട്ട ഫൈസൽ സാർ, നമ്മുടെ എല്ലാമായ ഫൈസൽ സാറെ ഹൃദയത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും പ്രത്യേകമായി ഈ പരിപാടിയിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ വിഷയം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഏറ്റവും പ്രിയപ്പെട്ട അബ്ദുൽ വഹാബ് സാറെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. പ്ലീസ് വെൽക്കം സാർ. താങ്ക് യു സർ. പ്രിയപ്പെട്ട ഫൈസൽ സർ, വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻ്റെ പേഴ്സണൽ ഇൻട്രൊഡക്ഷനും അതുപോലെ തന്നെ വിഷയത്തിൻ്റെയൊക്കെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകിയ നമ്മളെ വെൽക്കം സ്പീച്ച് നടത്തിയ റയാൻ മുഹമ്മദ് സർ, മറ്റു ക്ലബ് മെമ്പേഴ്സ്, കൂടാതെ നമ്മുടെ ലിങ്ക് വഴി കയറിയിട്ടുള്ള മറ്റുള്ള രക്ഷിതാക്കളെ, ഏവർക്കും സർവശക്തന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഞാൻ പ്രൊഫഷണൽ ട്രെയിനർ 6th ബാച്ചിലെ ഒരു സ്റ്റുഡൻ്റാണ്. വളരെ യാദൃശ്ചികമായി എൻ്റെ ഒരു സുഹൃത്ത് വഴിയാണ് ഞാൻ ഈ ഒരു കോഴ്സിനെ കുറിച്ച് അറിയുന്നത്. പക്ഷെ ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എന്തായിരുന്നു ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നത്, തേടിക്കൊണ്ടിരുന്നത്, അവിടെ ഞാൻ എത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വളരെ വലിയൊരു ചാരിതാർത്ഥ്യം എനിക്ക് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അതിന് ഫൈസൽ സാറിനും ഈ കൂട്ടായ്മക്കും ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഈ ഒരു കോഴ്സ് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറയുമ്പോൾ, ഞാൻ തുടക്കത്തിൽ ഇതിനെ കുറിച്ച് പറയാതെ മുന്നോട്ട് പോകുന്നത് ശരിയല്ല. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഫൈസൽ സാറായിട്ട് പേഴ്സണലൊക്കെ ഷെയർ ചെയ്ത കാര്യമാണ്. ഞാൻ MSc അപ്ലൈഡ് സൈക്കോളജി, അതുപോലെ തന്നെ PG ഡിപ്ലോമ ഗൈഡൻസിങ് കൗൺസിൽ ഇതൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം മറ്റു പല വർക്ക്ഷോപ്പുകളിലും സാധിക്കാവുന്നത്രയൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും എനിക്കൊരു തുടർച്ച, നമുക്കറിയാം ഈ ഒരു ഫീൽഡിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു വളരെ ഒരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ്. സൈക്കോളജിയുടെ തന്നെ വളരെ വലിയൊരു വാസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിസിപ്ലിനാണ്. അപ്പൊ ഇതില് നമുക്ക് താല്പര്യമുള്ള, നമുക്ക് എക്സ്പെർട്ടൈസ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾക്ക് സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്ന ഏരിയകൾ നമ്മൾ കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. അത് ഒറ്റയടിക്ക് നേരെ കയറി ചെയ്യുന്ന റൂമിൽ നമുക്കങ്ങ് തുടങ്ങാൻ പറ്റില്ല. അപ്പൊ അതിന് നമ്മൾ ഒരുപാട് ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അത് തീർച്ചയായും എനിക്ക് പലതരത്തിലുള്ള വെബിനാറുകളിലൂടെ, നമ്മുടെ സാറിന്റെ തന്നെ പ്രൊഫഷണൽ ട്രെയിനർ കോഴ്സിലൂടെ നമുക്ക് അത് ലഭിച്ചിട്ടുണ്ട്. അവസാനം സാറ് നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഒരു ക്ലബ് മീറ്റിംഗിൽ പറഞ്ഞിരുന്നല്ലോ, ഒരു നിശ്ചയം നമുക്കുണ്ടാവണം. എന്താവണം? അല്ലെങ്കിൽ ഈ ഒരു ട്രെയിനിങ് ഏരിയയിൽ, ഫീൽഡിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഏരിയ നമ്മൾ കണ്ടെത്തണം. അങ്ങനെയാണ് ഞാൻ ഇന്ന് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള, ഇന്ന് നമ്മുടെ സമൂഹം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഏരിയ ആയിട്ടുള്ള പാരന്റിങ് സെഷൻ ഞാൻ തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ ട്രെയിനിങ് സെഷന്റെ സമയത്ത് അതൊരു പാർട്ടായിരുന്നു എന്ന് മാത്രം. എന്നാൽ ഒരുപാട് നമുക്കറിയാലോ, ഇതിന്റെ പ്രൊഫഷണൽ ട്രെയിനിങ്ങിൽ ഒരുപാട് ഏരിയകളുണ്ട്, അതിലൊരു ഭാഗം മാത്രമായിരുന്നു ഇത്. അങ്ങനെ ഞാനത് ഫൈസൽ സാറിന്റെ തന്നെ ഒരു ഗൈഡൻസിന്റെ അടിസ്ഥാനത്തിൽ ഞാൻ അത് തിരഞ്ഞെടുക്കുകയായിരുന്നു. ഏതായാലും ഇന്ന് ഈ ഒരു ടോപ്പിക് പാരന്റിങ് എന്നുള്ളത്, അതിന്റെ ഇമ്പോർട്ടൻസ് അത് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട യാതൊരു ആവശ്യമില്ല. കാരണം ഇന്ന് എവിടെയൊക്കെ പാരന്റിങ് സെഷൻ ഉണ്ടോ അവിടെയൊക്കെ അത് അന്വേഷിച്ച് കണ്ടെത്തി തള്ളിക്കയറി അതറിയാൻ രക്ഷിതാക്കൾ എന്നുള്ളവർക്ക് എല്ലാവർക്കും വളരെ അതിയായ ആഗ്രഹമുണ്ട്. അത് എന്താണ് എന്ന് ഞാൻ പറയേണ്ടതില്ല. എന്നിരുന്നാലും ഞാൻ എൻ്റെ തുടക്കം എന്നുള്ള നിലക്ക് എന്തുകൊണ്ടാണ് നമുക്കറിയാം, ഒരു 10 കൊല്ലത്തിന് ഇപ്പുറത്തേക്കാന്ന് തോന്നുന്നു കൂടുതലായിട്ട് ഈ ഒരു, പ്രത്യേകിച്ച് നമ്മുടെ കൊറോണയ്ക്ക് ശേഷം കുറച്ചുകൂടെ കൂടുതലായി ഈ ഒരു പാരന്റിങ്, ഇഫക്റ്റീവ് പാരന്റിങ് എന്നുള്ള അതൊരു അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുകയും അതിന്റെ ട്രെയിനിങ് സെഷനുകൾ കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ് എന്ന് 1-2 ആളുകൾ ഷെയർ ചെയ്തിരുന്നാൽ
നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് നേരെ കിടക്കാമായിരുന്നു. ചോദിച്ചത് എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ഇഫക്റ്റീവ് പാരന്റിങ് എന്നുള്ളത് കൂടുതലായി ഇന്ന് ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്നത്? പ്രവണത ഒക്കെ ഒരു കാരണമല്ലേ? എന്താണ്? അല്ല, ഈ കാലത്താണ് കുട്ടികൾ ചെറിയ പ്രായത്തിൽ തന്നെ ആത്മഹത്യ ചെയ്യാനൊക്കെ തുടങ്ങിയത്. അതെ, അതും ഗുഡ് ആൻസർ, ഗുഡ്. മറ്റേതെങ്കിലും? എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, പക്ഷെ ജസ്റ്റ് ഒന്ന് ഒരു തുടക്കം എന്നുള്ള ആൾക്ക് ഞാൻ നിങ്ങളുടെ ഒരു ഈ കാലഘട്ടത്തില് വിദ്യാഭ്യാസപരമായിട്ടൊക്കെ ഒരുപാട് സ്ട്രെസ്സുകൾ രക്ഷകർത്താക്കളും അനുഭവിക്കുന്നുണ്ട്, കുട്ടികളും അത് നേരിടുന്നുണ്ട്. പലവിധത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളിലൂടെയാണ് ടെക്നോളജിക്കൽ വളർന്നെങ്കിലും പക്ഷെ മനുഷ്യന്റെ സാമൂഹിക അന്തരീക്ഷവും അവന്റെ ജീവിത അന്തരീക്ഷവും ഒക്കെ വളരെ പ്രയാസത്തിലും മാനസികമായ ഒരുപാട് ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് പല തരത്തിലും. അതൊക്കെ ഈ ഓരോ വീട്ടിൽ താമസിക്കുന്ന കുട്ടികളെ ബാധിക്കുന്നുണ്ട്. രക്ഷകർത്താക്കളിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളെല്ലാം ആ വീട്ടിലുള്ള കുട്ടികളെ ബാധിക്കുന്നുണ്ട്. യെസ് യെസ്, വെരി ഗുഡ് ആൻസർ, വെരി ഗുഡ് ആൻസർ. ഇവിടെ രണ്ട് കാര്യങ്ങളാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ ഇനി കൂടുതൽ ഫീഡ്ബാക്കുകൾ നമുക്ക് അവസാനം ചർച്ച ചെയ്യാം. ഒന്ന്, ഏറ്റവും കൂടുതൽ നമുക്കറിയാം സൂസൈഡ് അറ്റംപ്റ്റുകൾ, നമ്മൾ അറിയുന്നത് സൂസൈഡ് ചെയ്തതിന് ശേഷം അവരെ മരണപ്പെട്ടു അല്ലെങ്കിൽ കമ്മിറ്റഡ് സൂസൈഡ്, അതാണ് നമ്മൾ പലപ്പോഴും അറിയപ്പെടുന്നത്. ഇതിനൊക്കെ എത്രയോ അപ്പുറമാണ് സൂയിസൈഡ് അറ്റംപ്റ്റുകൾ. അത് പലതരത്തിൽ പിടിക്കപ്പെടുകയും അങ്ങനെ അത് ഇതിൽ കൂടുതലാണ്. എന്നാൽ ഞാൻ ആ പേര് ശ്രദ്ധിച്ചില്ല, എന്തായാലും സഹോദരൻ സൂചിപ്പിച്ചതുപോലെ ഇന്ന് പല കാര്യങ്ങളും നമ്മുടെ ടെക്നോളജി കാര്യങ്ങൾ വളരെ വർദ്ധിച്ചിട്ടുണ്ട്. അതിനനുസരിച്ച് നമ്മൾ പിന്നെ മനുഷ്യൻ എന്നുള്ളതിനപ്പുറത്തേക്ക് മറ്റു പല ആകാൻ ശ്രമിക്കുന്നു. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവര് കൂടുതൽ ഒരു മനുഷ്യൻ എന്നുള്ള മൊബൈൽ ഒരു ജീവി എന്നുള്ള ഇതിൽ നിന്നും ഒരു സ്റ്റാറ്റിക് ഒരു ജീവി എന്നുള്ളതിലേക്ക് തല കുനിച്ച് സ്ക്രീനുകളിലേക്ക് കുനിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ അവിടെ മാത്രമായി ചുരുങ്ങുന്നു. അങ്ങനെ പല കാരണങ്ങൾ ഇതിൽ ഉണ്ട്, ശരിയാണ്. എന്നാൽ ഞാൻ ഈ സെഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാനൊരു ചെറിയ കാര്യം കൂടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ, നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ ഒരുപാട് ആളുകൾ മക്കളില്ലാതെ പ്രയാസപ്പെടുന്നുണ്ട്. അതും അതായത് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകൾ ഇന്ന് കൂടുതൽ പിന്നെന്താ പറയാ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പോ നമ്മുടെ ചുറ്റുപാടങ്ങൾ കുടുംബങ്ങളിലുള്ള അവരെ ഓർക്കാതെ നമുക്ക് ഈ ഒരു സെഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധ്യമല്ല. വ്യക്തിപരമായി ഒരുപാട് ആളുകൾ സങ്കടം പറഞ്ഞിട്ടുണ്ട്, പലതിനും നമുക്ക് സൊല്യൂഷൻ നൽകാൻ സാധിക്കും. പക്ഷെ ഈ വിഷയത്തിലൊക്കെ നമുക്ക് ആളുകളൊക്കെ കഷ്ടപ്പെട്ട് പ്രവാസ ജീവിതം നയിക്കുന്നത്, രാത്രി ഉറക്കമൊഴിച്ച് പിന്നെ പല ജോലികളും നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ജോലി ചെയ്യുന്നത് എല്ലാവരും പറയുന്ന ഒറ്റ ഉത്തരം മക്കൾക്ക് വേണ്ടിയാണെന്നുള്ളതാണ്. എന്നാൽ അങ്ങനെ ഒരു മക്കൾക്ക് വേണ്ടി എന്ന് പറയാൻ മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ബയോളജിക്കലി പല കാരണങ്ങൾ കൊണ്ട് മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ ചുറ്റുവട്ടങ്ങളിൽ കുടുംബങ്ങളുണ്ട്. അവരൊക്കെ നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട്, അവർക്ക് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കേണ്ടതുണ്ട്, അവരെ കൂട്ടുപിടിക്കേണ്ടതുണ്ട്. ഒരിക്കലും അവരുടെയൊക്കെ മുമ്പിൽ നമ്മുടെ മക്കളെ കളിപ്പിക്കുന്ന, അവരെ പരിഗണിക്കാതെ അവരുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ഭാഗത്ത് ഉണ്ടാവരുത് എന്ന് ഞാൻ ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഞാൻ രണ്ട് സെനേറിയോ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, നമുക്കറിയാം ഇന്ന് പല കാരണങ്ങളാൽ മക്കൾ മിസ്സിംഗ് ആവുകയാണ്. വർഷങ്ങളായി മക്കളെ കാണാതെ മരിച്ചോ ഇല്ലയോ എന്നറിയില്ല. അങ്ങനെയുള്ള ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. അപ്പൊ അവരൊക്കെ ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്, എൻ്റെ മകൻ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിഞ്ഞാൽ മതി, അല്ലെങ്കിൽ കാരണം മരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഡെഡ് ബോഡി എങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു നല്ലൊരു ശതമാനത്തിലെ ആളുകളൊക്കെ അങ്ങനെയാണ് ചിന്തിക്കുക. കാരണം എന്ത് സംഭവിച്ചു എന്ന് അറിയാതെ അങ്ങേയറ്റം അത് ദിവസങ്ങൾ, മിനിറ്റുകൾ, മണിക്കൂറുകൾ തള്ളി നിൽക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ആ ഡെഡ് ബോഡി എങ്കിലും എനിക്ക് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സെനേരിയോ. മറുഭാഗത്ത് തൻ്റെ ബീജത്തിൽ വരുന്ന മക്കൾ ആന്റി സോഷ്യലായി, വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ചെറിയ മക്കളെ വളരെ ബ്രൂട്ടലായി റേപ്പ് ചെയ്ത് സമൂഹത്തിന് മുമ്പിൽ പിടിക്കപ്പെട്ട് ഒരു കുറ്റവാളിയായി നിൽക്കുമ്പോൾ ആ ഒരു പ്രതിയുടെ രക്ഷിതാക്കൾ, അച്ഛനാവട്ടെ അമ്മയാവട്ടെ, അവർ വിചാരിക്കുക ഇങ്ങനെ മകൻ
എനിക്ക് ജനിച്ചില്ലായിരുന്നെങ്കിൽ, അവന് ഇതിനൊക്കെ മുമ്പ് ചത്തൊടുങ്ങിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ചിന്തിക്കുന്ന മറ്റൊരു സെനേരിയോ. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇഫക്റ്റീവ് പാരന്റിങ്ങിന്റെ ആ ഒരു പ്രസക്തി. കാരണം തന്റെ ബീജത്തിൽ വരുന്ന ഒരു കുട്ടി അവൻ ജനിച്ചില്ലായിരുന്നെങ്കിൽ എന്ന് നമ്മൾ ചിന്തിക്കുന്ന ഇടത്തേക്ക് നമ്മുടെ മക്കൾ നമ്മളറിയാതെ വഴിത്തേക്ക് പോകുന്നു. ഇത് തന്നെയാണ് ഇന്നത്തെ നമ്മുടെ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത്. അത് യാതൊരു സംശയവുമില്ല. ഇനി നമുക്കറിയാം, ഇന്നത്തെ നമ്മുടെ രക്ഷിതാക്കൾക്ക് പറയാനുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അല്ലെ? അവിടെ സൂചിപ്പിച്ച കാര്യങ്ങൾക്ക് അപ്പുറത്തേക്ക് ഏറ്റവും സിമ്പിളായിട്ട് എന്നെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ ലഹരി ഉപയോഗത്തിൽ അടിപ്പെട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആന്റി സോഷ്യൽ വർക്കുകളിലേക്കും മറ്റു പലതരത്തിലുള്ള നമ്മുടെ വീട്ടിൽ നിന്ന് പുറത്താക്കേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നു. എന്നാൽ നമ്മുടെ മക്കൾ വീട്ടിലൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്, നമ്മുടെ കൂടെ ഉണ്ട്. എന്നാൽ അവര് സ്ക്രീനിന് അഡിക്റ്റഡ് ആണ് എന്നിത്യാദി പല നിലക്കുള്ള, അല്ലെങ്കിൽ നിരന്തരം സ്കൂളുകളിൽ നിന്ന് അധ്യാപകർ വിളിച്ചുകൊണ്ടിരിക്കുന്നു, എൻ്റെ കുട്ടിയുടെ പരാതി കേൾക്കാൻ മാത്രമേ എനിക്ക് സമയമുള്ളൂ, അല്ലെങ്കിൽ എന്നാണ് എൻ്റെ കുട്ടിയെക്കുറിച്ച് അധ്യാപകർ ഒരു നല്ലത് പറയുക എന്ന് സ്വപ്നം കണ്ടിരിക്കുന്ന ഒരുപാട് രക്ഷിതാക്കൾ, പ്രത്യേകിച്ചും ആണാവട്ടെ പെൺമക്കളും മക്കളൊക്കെ വീട് വിട്ടിറങ്ങുമ്പോൾ ഒരു നല്ല അവസ്ഥയിൽ വിട്ടിറങ്ങിയ പോലെ ആരോഗ്യത്തോടു കൂടി നല്ല അവസ്ഥയിൽ എൻ്റെ വീട്ടിലേക്ക് തിരിച്ചെത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്ന, അല്ലെങ്കിൽ അത്തരത്തിൽ സമൂഹം അങ്ങേയറ്റം അരക്ഷിതാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഈ ഒരു അവസ്ഥയിലാണ് നമുക്കറിയാം, നമുക്ക് നമ്മുടെ മക്കൾ വീട് വിട്ടിറങ്ങിയാൽ അവരെ പിന്നാലെ ഒരു സർവൈലൻസ് പോലെ നമുക്ക് റിമോട്ടും പിടിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധ്യമല്ല. അവർ നമ്മുടെ കൺട്രോളിൽ എപ്പോഴും കൊണ്ടുവരാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. നേരെ മറിച്ച് അവിടെ നമ്മളും നമ്മുടെ മക്കൾ തമ്മിലൊരു ട്രസ്റ്റ് ആണ് ഉണ്ടാവേണ്ടത്. അതാണ് ആക്ച്വലി നമ്മൾ ചർച്ച ചെയ്യുന്ന ഇഫക്റ്റീവ് പാരന്റിങ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ പാരന്റിങ്ങിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്കായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് പാരന്റിങ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി എന്നുള്ളതാണ്. ആക്ച്വലി നമ്മുടെ സ്റ്റഡീസ് പറയുന്നത് അങ്ങനെയല്ല, പാരന്റിങ് ബിഗിൻസ് ബിഫോർ കൺസെപ്ഷൻ എന്നുള്ളതാണ്. ഒരു ബീജം അണ്ടവും ബീജവും കൂടിച്ചേർന്ന് എംബ്രിയോ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ യഥാർത്ഥത്തിൽ പാരന്റിങ് സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, ഫാദർ മദർ ഇവർ രണ്ടിന്റെയും സ്പേമും ഓവവും കൂടി ചേർന്നിട്ടാണല്ലോ നമ്മുടെ എംബ്രിയോ ഉണ്ടാകുന്നത്. സൈഗോട്ടായി അത് എംബ്രിയോ ആയി മാറി അങ്ങനെ അതൊരു പൂർണ്ണ കുട്ടിയായി വരുന്നുണ്ട്. എന്നാൽ നമുക്ക് ഒരു ഹെൽത്തി, മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫാദറിൽ നിന്നും മെന്റലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ടുള്ള ഒരു മദറിൽ നിന്നും മാത്രമേ ഇത് രണ്ടും പ്രതീക്ഷിക്കാവുന്ന ഒരു കുട്ടി ഉണ്ടാവുകയുള്ളൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് ബിഫോർ കൺസെപ്ഷൻ അഥവാ ബിഫോർ മാരേജ് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട്. അതായത് പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ അവിടെയാണ് റെലവെന്റ് ആവുന്നത്. അതിലേക്ക് ഞാൻ പോകുന്നില്ല, സൂചിപ്പിച്ചത് മാത്രം. ഏതായാലും നമ്മൾ നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം. പാരന്റിങ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി. പ്രത്യേകിച്ചും ഇവിടെ ഒരുപാട് അമ്മമാർ എൻ്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. അവരാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ സൂചിപ്പിക്കേണ്ടത്. എന്നിരുന്നാലും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു പാരന്റിങ് തുടങ്ങുമ്പോൾ അതിന്റെ സ്റ്റാർട്ടിങ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ്. പാരന്റിങ് ബിഗിൻസ് അറ്റ് പ്രഗ്നൻസി എന്നുള്ള ഒരു ഫസ്റ്റ് സബ് ടോപ്പിക്കാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന്റെ ഒരുപാട് സ്റ്റഡീസ് ഇന്ന് ലോകത്ത് നടന്നിട്ടുണ്ട്. ആ ഒരു സ്റ്റഡീസ് വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാൻ ചില കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മളെ ബിഹേവിയറിസം സൈക്കോളജിയുടെ ഒരു വലിയൊരു പാർട്ടാണ്. സ്ട്രക്ചറലിസം, ബിഹേവിയറിസം പോലുള്ള പല ആസ്പെക്ട്സ് ഉണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ബിഹേവിയറിസം. അതിന്റെ ഫാദറായി അറിയപ്പെടുന്ന ജെ.ബി. വാട്സൺ അദ്ദേഹം ഒരിക്കൽ പറയുകയുണ്ടായി, "Give me a dozen healthy children, I can make them doctor, judge, beggar and even a thief." എനിക്ക് ഏതാനും ഒരു ഡസൻ കുട്ടികളെ തരൂ, അതായത് ഹെൽത്തി ആയിരിക്കണം അത്. അവരെ ഞാൻ ഓരോരുത്തരെ നമ്പർ ഇട്ടുകൊണ്ട് ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ ആളെ ഞാൻ ഡോക്ടറാക്കി തരാം, ഇനി ജഡ്ജാക്കി തരാം, എഞ്ചിനീയർ ആക്കി തരാം, ഇനിയോ ഒരു ബെഗർ ആക്കി തരാം, അതുമല്ലെങ്കിൽ ഒരു തീഫാക്കി തരാം. പക്ഷേ എനിക്ക് കിട്ടുന്ന സന്ദർഭത്തിൽ അവർ ഹെൽത്തി ആയിരിക്കണം. അദ്ദേഹത്തിന് ഇത് പഴയ ഒരു എന്താ പറയാ, അദ്ദേഹത്തിന്റെ കാലങ്ങൾക്ക് മുമ്പുള്ള ഒരു
പിന്നെ എന്താ പറയുക ഒരു ആർഗ്യുമെന്റ് ആണ്. അതായത് ഇത് വളരെ വലിയൊരു ഫാക്ടറാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. പക്ഷെ കാലം മുന്നോട്ട് പോകുമ്പോഴാണ് അല്ല, ഒരു കുട്ടിയെ കിട്ടിയാൽ പോരാ, ഹെൽത്തി എന്ന് അദ്ദേഹം പറഞ്ഞത് കൊണ്ട് നമുക്ക് ആ പാർട്ട് ക്ലിയർ ചെയ്തു. എന്നിരുന്നാലും കുട്ടി ജനിച്ചതിന് ശേഷമല്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കവിടെ ചില കാര്യങ്ങൾ ഡിഫൈൻ ചെയ്യാനുണ്ട്, നമുക്കവിടെ ചില കാര്യങ്ങൾ സെറ്റ് ചെയ്യാനുണ്ട്. അഥവാ ഒരു കുട്ടി വൂമ്പിൽ കിടക്കുന്ന സമയത്ത് ഒരു ഫീറ്റസ്, അങ്ങനെ നമ്മൾ പറയാം. അപ്പൊ ആ പ്രീനാറ്റൽ പീരിയഡിൽ തന്നെ ബിഫോർ ബർത്ത്, ബിഫോർ ഡെലിവറി ഒരു കുട്ടിയെ നമുക്ക് പാരന്റിങ് എന്നൊരു ലക്ഷ്യത്തോടു കൂടി ആ ഒരു കുട്ടിയെ നമുക്ക് കെയർ ചെയ്യേണ്ടതുണ്ട് അല്ലെ. നമ്മൾ പാരന്റിങ്ങിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പറയുന്ന ടേമാണ് കെയർ. അതെ, അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മൾ വിചാരിക്കും പിന്നെ പ്രീനാറ്റൽ കെയർ, ഓഫ് കോഴ്സ് അത് മദർ ആയിരിക്കും. ഒരിക്കലുമല്ല, ഒരിക്കലുമല്ല. അതൊരു മദർ മാത്രമല്ല, അത് മദറും ഫാദറും അവരുടെ ചുറ്റുമുള്ള എല്ലാവർക്കും അതിൽ റോളുണ്ട് എന്നുള്ളതാണ്. എത്രത്തോളം വെച്ചാൽ സറൗണ്ടിങ്സിലുള്ള മുഴുവൻ കാര്യങ്ങൾക്കും അതിന് റോളുണ്ട് എന്നുള്ളതാണ് നമ്മളുടെ പഠനങ്ങൾ നമ്മോട് വിളിച്ചു പറയുന്നത്. ഏതായാലും ഞാൻ അതിലേക്ക് 1 by 1 ആയിട്ട് വരാം. നമുക്കറിയാം, നമ്മുടെ ഒരു പിന്നെ പ്രഗ്നന്റ് വുമൺ, അവരെ നമ്മൾ ഒരു എന്താ പറയാ പിന്നെ കൺസെപ്ഷൻ നടന്നു, അത് ഐഡന്റിഫൈ ചെയ്ത ഉടനെ തന്നെ ഡോക്ടറെ കൺസൾട്ട് ചെയ്യും, ഏതെങ്കിലും ഒരാളെ നമ്മൾ ഫിക്സ് ചെയ്ത് കൺസൾട്ട് ചെയ്യും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് അവരുടെ അഡ്വൈസാണ് നമ്മൾ എടുക്കുക. സ്വാഭാവികമായിട്ടും അവർ ഫിസിക്കൽ ഹെൽത്തിനുള്ള എല്ലാ അഡ്വൈസും അവർ തരും. സ്കാനിങ്, അതിന്റെ എന്താ ഇന്റർപ്രിറ്റന്റ് ആയിട്ടുള്ള സ്കാനിങ് അവർ അഡ്വൈസ് ചെയ്യും, അത് നമ്മൾ എടുക്കും, അത് വെച്ചിട്ടെല്ലാം പറയും. അതായത് ഡയറ്റ്, ന്യൂട്രീഷൻ, മുഴുവൻ കാര്യങ്ങളും ഡോക്ടർ അവിടെ അഡ്വൈസ് ചെയ്യും. ഇത് എല്ലാം വളരെ കെയർ ചെയ്യേണ്ട കാര്യം തന്നെയാണ്. അത് ഇന്ന് ഒരു പരിധിവരെ കെയർ ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരിക്കലും ഒരു ഡോക്ടർ പൊതുവെ ചില അത്യാവശ്യം എന്താ പറയാ ഈ പിന്നെ മെന്റൽ ഹെൽത്ത് വിഷയങ്ങളൊക്കെ അവയർനെസ് ഉള്ള ബോധമായിട്ടുള്ള ഡോക്ടേഴ്സ് അവര് പറയുമായിരിക്കാം, മിക്ക ആളുകളും ഫിസിക്കൽ ഹെൽത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് പറയാം. അതിന് കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഫിസിക്കൽ ഹെൽത്ത് നോക്കുമ്പോൾ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ക്ലിയർ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബ്രെയിൻ. നമുക്കറിയാം ബ്രെയിൻ ഡെവലപ്മെന്റ് നമ്മുടെ മെന്റൽ ഹെൽത്തുമായി ഏറ്റവും റിലേറ്റഡ് ഉള്ള ഒരു കാര്യമാണ്. ആ ബ്രെയിൻ ഡെവലപ്മെന്റിൽ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും, ന്യൂട്രീഷനും മറ്റു മുഴുവൻ കാര്യങ്ങളും, ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന മുഴുവൻ കാര്യങ്ങളും, മെഡിക്കൽ ഡോക്ടർ അഡ്വൈസ് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അവിടെ ആ കുട്ടിയുടെ പരിപൂർണ വളർച്ചക്കും ഡെവലപ്മെന്റിനും അത് സഹായകമാണ്. അവിടെ ഏറ്റവും പ്രധാനമായി മെന്റൽ ഹെൽത്ത് പറയുമ്പോൾ ബ്രെയിൻ ഡെവലപ്മെന്റിന് വേണ്ട കാര്യങ്ങൾ തീർച്ചയായും അത് അവിടെ റെലവെന്റുമാണ്. എന്നാൽ അതിനപ്പുറത്തേക്ക് ഒരിക്കലും ഒരു പ്രഗ്നന്റ് വുമൺ അവർ സ്ട്രെസ്ഡ് ആവാൻ പാടില്ല. സ്ട്രെസ് നമുക്കറിയാം, എല്ലാവർക്കും സ്ട്രെസ് കോമൺ ആണ്. ബട്ട് ദാറ്റ് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് അതൊരിക്കലും ഒരു പ്രഗ്നന്റ് വുമൺ ഫേസ് ചെയ്യാൻ പാടില്ല. കാരണം നമുക്ക് നമ്മളെ പഠനങ്ങൾ പറയുന്നത് നമുക്കറിയാം, ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ഉള്ള അത് ഫേസ് ചെയ്യുന്ന വുമൺ അവര് ചിലപ്പോൾ പ്രീ ടേം ബർത്ത്, നമുക്കറിയാം ചാപ്പിള്ള എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു ഹെൽത്തി ഡെലിവറിയുടെ എത്രയോ ആഴ്ചകൾക്ക് മുമ്പ് ബർത്ത് സംഭവിക്കാൻ അവിടെ സാധ്യതയുണ്ട്. പ്രീ ടേം ബർത്ത് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് അത് കാരണമാകുന്നു എന്നുള്ളത് ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ് അതവിടെ ബാധിക്കുന്നു എന്ന് നമുക്കറിയാം. പ്രീ ടേം ബർത്ത്, അതേപോലെ തന്നെ ബ്രെയിൻ ഡെവലപ്മെന്റ്, ഇമ്മ്യൂൺ സിസ്റ്റം, ഇതെല്ലാം ഈ ഒരു ഹൈലി സ്ട്രെസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയുടെ കുട്ടിക്ക് അത് ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ പഠനങ്ങൾ തെളിയിക്കുന്നത്. ഇനിയോ അതിന്റെ കൂടെ പറയുന്നുണ്ട് ADHD. നമുക്ക് ഏറ്റവും കൂടുതൽ ഇന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പിന്നെ ഇതാണ് അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പറാക്റ്റീവ് ഡിസോർഡർ. ഈ ഒരു ADHDയും വളരെ ഇന്ന് നമുക്ക് കോമൺ ആണ്. അതിന്റെ ഒരു റീസൺ ആയിട്ട് പഠനങ്ങൾ പറയുന്നത് എന്താ വെച്ചാല് ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ആണ് മദറിന്റെ, പ്രഗ്നന്റ് ലേഡിയുടെ ഹയർ ലെവൽ ഓഫ് സ്ട്രെസ് ആണ് അതിന് കാരണമെന്നാണ് പറയുന്നത്. അങ്ങനെ ഇതുപോലെ പിന്നെ പല കാര്യങ്ങളും പിന്നെ എന്താ പറയാ കുട്ടിയുടെ പിന്നെ മറ്റ് പലതരത്തിൽ ബിഹേവിയറൽ ഇഷ്യൂസ്, ഇതിനെല്ലാം ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. ഞാൻ അതെല്ലാം ഇവിടെ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കൂടെ പറയേണ്ട ഒന്നാണ്, നമുക്കറിയാം നമ്മൾ ഒരു ലേഡി ന്യൂട്രീഷൻ അവർ നന്നായിട്ട് എടുക്കും. എന്നാൽ ഇന്ന് കുറച്ചും കൂടെ കോമൺ ആയി വരികയാണ്. മുമ്പൊക്കെ വെസ്റ്റേൺ കൺട്രീസിൽ കോമൺ ആയിരുന്ന ഒരു കാര്യം, അതായത് ആൽക്കഹോളിക് ഇൻടേക്ക്. പ്രത്യേകിച്ചും പുരുഷന്മാരാണ് അതിൽ
ചെയ്യാറുള്ളത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കാണപ്പെടുന്നത്. നമ്മുടെ ഒരു കൾച്ചറിന്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് വീടുകളിൽ ലേഡീസും അത് കൂടുതലായി കൺസ്യൂം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് ആ വെസ്റ്റേൺ കൾച്ചർ അറിയാത്ത നമ്മുടെ കൾച്ചറിലേക്ക് അത് ഇൻവേഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഒരിക്കലും ഒരു പ്രഗ്നന്റ് ലേഡി ഒരു കാരണവശാലും ആൽക്കഹോൾ എടുക്കാൻ പാടില്ല എന്നതാണ്. കാരണം അതിന്റെ പേരിൽ ഒരു ഡിസോർഡർ തന്നെ ആൽക്കഹോൾ എടുക്കുന്ന പ്രഗ്നന്റ് വുമൻസ് ഫേസ് ചെയ്യുന്ന ഒരു ഡിസോർഡർ എന്ന് ഐഡന്റിഫൈ ഉണ്ട്. അതിന്റെ പേര് FASD എന്നുള്ളതാണ്, ഫീറ്റൽ ആൽക്കഹോൾ സ്പെക്ട്രം ഡിസോർഡർ. അതായത് നമ്മൾ സിംപ്ലി ഫീറ്റൽ ആൽക്കഹോൾ സിൻഡ്രം എന്നാണ് അതിനെ സിമ്പിളായിട്ട് പറയാം. ഇത് ഒരുപാട് ഇഷ്യൂസ്, അതായത് പ്രഗ്നന്റ് ലേഡി ആൽക്കഹോൾ മാത്രമല്ല, ഇപ്പൊ അതൊക്കെ പണ്ടത്താണ്. ഇന്ന് നമുക്കറിയാം മറ്റു പലതരത്തിലുള്ള ഡ്രഗ്സ്, മയക്കുമരുന്നുകളും MDMA പോലുള്ള കെമിക്കൽ ഹൈലി സിന്തറ്റിക് ആയിട്ടുള്ള ഇതെല്ലാം ഇന്ന് വരികയാണ്. ഇതൊക്കെ എടുക്കുന്ന ഒരു പ്രഗ്നന്റ് ലേഡിയെ സംബന്ധിച്ചിടത്തോളം അവര് ജന്മം നൽകാൻ പോകുന്ന കുട്ടിക്ക് ഉണ്ടാകാവുന്ന ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. ഒന്ന് ബ്രെയിൻ ഡാമേജ്, മറ്റ് പലതരത്തിലുള്ള ഗ്രോത്ത് പ്രോബ്ലംസ്, ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യും, അത് ഇമ്പൾസീവ് ഒരു ബിഹേവിയർ, ഇതെല്ലാം കുട്ടികൾക്ക് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ അതുതന്നെ അറ്റൻഷൻ, നമ്മൾ ADHD പറഞ്ഞല്ലോ, ഇതന്നെ അറ്റൻഷൻ കുറവ്, ഇതെല്ലാം നമ്മുടെ ഇത്തരത്തിലുള്ള ആൽക്കഹോൾ എടുക്കുന്ന സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എന്ന് ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അപ്പോൾ മുമ്പൊക്കെ അത് നമ്മുടെ നാട്ടിൽ കോമൺ നൽകുന്നത് കോമണായി വരുന്നുണ്ട്. അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങൾ വളരെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആവശ്യത്തെ സൂചിപ്പിക്കാനുള്ളത്. ഇനി ഞാൻ സൂചിപ്പിച്ചുവല്ലോ, ഒരുപാട് പഠനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് വൂമ്പിൽ കിടക്കുന്ന, അതായത് ഗർഭാവസ്ഥയിലുള്ള കുട്ടി അമ്മയുടെ മെന്റൽ സ്റ്റേറ്റ് കാരണം അമ്മ സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞാൽ അത് കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും മെന്റൽ ഹെൽത്തിനെയൊക്കെ ബാധിക്കുന്നു എന്ന് പല പഠനങ്ങൾ പറയുന്നുണ്ട് എന്ന് ഞാൻ സൂചിപ്പിച്ചു. അങ്ങനെ 1-2 അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളാണ് ഇനി ഞാൻ ഇവിടെ സൂചിപ്പിക്കാൻ പോകുന്നത്. അതിൽ ഒന്ന്, ഇത് അമേരിക്കയിൽ നടന്നിട്ടുള്ള, ടെക്സാസിൽ നടന്നുള്ള ഒരു പഠനമാണ്. 1996 മുതൽ 2008 വരെ അവിടെ നടത്തിയിട്ടുള്ള, അവിടെ നമുക്കറിയാം അമേരിക്കയിൽ ഒരു കാലത്ത് ഇപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഒരുപാട് തണ്ടർ സ്റ്റോംസും നമ്മളെ കത്രീന പോലുള്ള ഒരുപാട് സ്റ്റോംസ് ഒക്കെ നമുക്ക് വളരെ കോമൺ ആയിട്ട് നമ്മൾ കാണുന്നുണ്ട്, ഇല്ലേ? കരീബിയൻ ആസിയ ഭാഗത്തു നിന്നൊക്കെ വരുന്ന ഒരുപാട് കൊടുങ്കാറ്റും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ്. അപ്പോൾ ഇത് പ്രഗ്നന്റ് ലേഡീസിൽ ഈ ഒരു ഹരിക്കേൻ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്റ്റോം കാരണം എങ്ങനെ അത് പ്രഗ്നന്റ് ലേഡീസിനെ അഫക്ട് ചെയ്യുന്ന ഒരു പഠനം അവർ നടത്തി. അപ്പോൾ അവർ കണ്ടെത്തിയിട്ടുള്ളത്, അവർക്ക് കാരണം ഇത് ഇടയ്ക്കിടയ്ക്ക് വരുന്നതുകൊണ്ട് തന്നെ ഇത് പ്രഗ്നന്റ് അവർ ക്യാരി ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള സംഭവം ഇവന്റ്സ് ഉണ്ടാകുകയും അങ്ങനെ അതിന് ഉണ്ടാകുന്നുള്ള വാണിംഗ് എല്ലാം അവർക്ക് വരുമ്പോൾ അത് കാരണമുള്ള ഫിയർ കാരണം അവർക്ക് ഉണ്ടായ കുട്ടികൾക്ക് ഒരുപാട്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചുള്ള പല നെഗറ്റീവ് ഔട്ട്കംസ്, കുട്ടികൾ നെഗറ്റീവ് ആയിട്ടുള്ള ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്, മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് ഈ കുട്ടികൾക്ക് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അത് അതുമായി ബന്ധപ്പെട്ട് നടന്ന ഒരു പഠനമാണ് ഇവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ മറ്റൊന്നാണ്, മറ്റൊരു പഠനം, അതായത് ക്യാറ്റ് ഇൻ ദ ഹാറ്റ്. അത് കുട്ടികൾക്ക് വേണ്ടി ഒരു അമേരിക്കൻ ഓതർ എഴുതിയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്, ചിൽഡ്രൻസ് സ്റ്റോറിയാണ്. അപ്പോൾ കുറച്ച് പ്രഗ്നന്റ് വുമൺ, അവർക്ക് ലേഡീസിന് ഈ റിസർച്ച് നടത്തുന്ന ആളുകൾ എന്ത് ചെയ്തു, ഈ ബുക്ക് വായിക്കാൻ കൊടുത്തു. അവരോട് അതായത് ഡെലിവറിയുടെ ഏകദേശം ഒരു 5-7 ആഴ്ച മുമ്പ് ഇതങ്ങ് തുടർച്ചയായിട്ട് വായിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഇവരിത് വായിച്ചതിന് ശേഷം ഈ കുട്ടികൾ എന്ത് ചെയ്തു, ഇത്തരം ബുക്കുകൾ ഇത് വായിക്കാൻ കൊടുത്ത അങ്ങനെ ഉണ്ടായ ആ കുട്ടികൾക്കും അല്ലാത്ത കുട്ടികളെയും അവർ ഒരുമിച്ചിരുത്തിയിട്ട് അവർ പിന്നീട് ഈ ബുക്കുകളെ ഒന്ന് ജസ്റ്റ് അതിന്റെ റെക്കോർഡുകളായിട്ട് മറ്റൊക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു, അതിന്റെ ബുക്സ്. അപ്പൊ ആ കുട്ടികള് വളരെ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്നത് ഇത് നിരന്തരം വായിച്ചിരുന്ന അമ്മമാരുടെ മക്കൾ, അവര് ഒരു യാദൃശ്ചികത എന്നോണം അവരെല്ലാവരും ഈ ഒരു ബുക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളതാണ് പറയുന്നത്. അതെന്ന് വെച്ചാല് ആ സമയത്ത് അത് അമ്മ വായിക്കുന്നത് ഈ കുട്ടിയിലേക്ക് അതിന്റെ ഒരു മെസ്സേജ് സംഭവം അത് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ഒരു പഠനങ്ങൾ തെളിയിക്കുന്നത്. മറ്റൊന്ന്, നമുക്ക് സൗണ്ട്, അല്ലെ? പല പഠനങ്ങൾ ആവശ്യത്തിൽ പറഞ്ഞു, മ്യൂസിക്കുകൾ നിരന്തരമായി പ്രഗ്നന്റ് ആയ സമയത്ത് അമ്മമാർ കേട്ടിരുന്ന മ്യൂസിക് പിന്നീട് ആ കുട്ടികൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് അവർ അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും അങ്ങനെ ആ ഒരു പാട്ടുമായി ഒരു എന്തോ ഒരു മുമ്പ് അവർ അറ്റാച്ച്ഡ് ആയതുപോലെ
അതിലേക്കൊരു അട്രാക്ട് ആകുന്ന ഒരു പഠനങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സൂചിപ്പിച്ചതെന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ഒരു പ്രഗ്നന്റ് ലേഡിയുടെ അവർ കേൾക്കുന്ന സൗണ്ട് അടക്കം എന്ത് ചെയ്യുന്നുണ്ട് ഇതിലേക്ക് പിന്നെ ഈ കുട്ടിയെ ഈ നമുക്കറിയാം ഒരു അംബിലിക്കൽ കോഡ് മാത്രം അല്ലെ നമ്മൾ ആ പൊക്കിൽ കോടി അത് മാത്രമാണ് ഈ അമ്മയും കുട്ടിയും നമ്മളൊരു ചാനൽ എന്ന് പറയുന്നത്. പക്ഷെ അതിലൂടെ ഈ പറഞ്ഞതെല്ലാം അത് പിന്നെ പാസ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇത്തരത്തിലുള്ള മുഴുവൻ പഠനങ്ങളും നോക്കുമ്പോൾ ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഷോക്കിംഗ് എക്സ്പെരിമെന്റ് അത് മറ്റൊരു എക്സ്പെരിമെന്റ് ആണ്. അപ്പൊ അവിടെയൊക്കെ അഡ്രിനാലിൻ അതുപോലെ തന്നെ പിന്നെ സ്ട്രെസ് ഹോർമോൺ കോർട്ടിസോൾ ഇതൊക്കെ പിന്നെ അതായത് ഈ അമ്മമാര് എന്തെങ്കിലും ഇതിലെ ഷോക്ക് ഉണ്ടാകുന്ന സമയത്ത് അവർക്ക് പിന്നെ പെട്ടെന്ന് അവർക്ക് ഒരിക്കലും താങ്ങാൻ പറ്റാത്ത ഒരു പിന്നെ ഇൻഫോർമേഷൻ മേ ബി അവരുടെ സ്പോസ് അല്ലെങ്കിൽ സംവേർ മറ്റൊരു കുട്ടി അവരുടെ ഡെത്തോ അങ്ങനെ എന്തെങ്കിലും ആയിട്ട് അവർ പെട്ടെന്ന് അവരൊരു ഷോക്കിംഗ് ന്യൂസ് ഒക്കെ കേൾക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഷോക്ക് അവിടെ നമുക്കറിയാം അഡ്രിനാലിൻ അതുപോലെ കോർട്ടിസോളൊക്കെ അവിടെ റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. എൻഡോക്രൈൻ സിസ്റ്റം അത് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. ഇതൊക്കെ ആ കുട്ടിയെ ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളെ പഠനങ്ങൾ തെളിയിക്കുന്നത്. കാരണം ഈ കുട്ടികൾ പല ബിഹേവിയറൽ ഇഷ്യൂസ് കാര്യമൊക്കെ വരുമ്പം അവിടെ പലപ്പോഴും നമ്മളെ കൗൺസിലേഴ്സ് ഒക്കെ ചോദിക്കും, അല്ല നിങ്ങൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഷോക്കിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളും പിന്നെ ഹസ്ബൻഡും എന്തെങ്കിലും നിരന്തരമായ ഇഷ്യൂസ് ഉണ്ടോ, ഇതൊക്കെ ചോദിക്കാറുണ്ട്. എന്തിനാന്ന് വെച്ചാൽ ഇതൊക്കെ ആ സമയത്ത് ഉണ്ടാകുന്ന ഹയർ ലെവൽ സ്ട്രെസ്, ഹയർ ലെവൽ താങ്ങാൻ പറ്റാത്ത ഷോക്കുകൾ, ഇതെല്ലാം അത് ആ ക്യാരിങ് കുട്ടിയെ തന്നെ ആ കുട്ടിയുടെ ഗ്രോത്ത്, ഡെവലപ്മെന്റ്, ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് അത് ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഈ പഠനങ്ങളൊക്കെ തെളിയിക്കുന്നത്. അപ്പോ ഇനി നമുക്കറിയാം, അപ്പോ ഒരു പാരന്റിങ് നല്ലൊരു കുട്ടി, എൻ്റെ കുട്ടി ഫിസിക്കലി മെന്റലി ഹെൽത്തി ആവണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു പാരന്റ് അവർ ചെയ്യേണ്ട കാര്യം എന്താ? പാരന്റ് എന്ന് പറയുമ്പോൾ ഞാൻ വീണ്ടും അടിവരായിട്ട് പറയുന്നു, അതൊരിക്കലും അമ്മ മാത്രമല്ല, അത് അച്ഛനുമാണ്. ഇനിയോ ഒരു അച്ഛനമ്മയും മാത്രം തീരുമാനിച്ചാൽ പോരാ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എൻവയോൺമെന്റ് നമ്മൾ പറയാറുണ്ടല്ലേ, ഒരു കുട്ടി എന്ന് പറയുന്നത് ഇറ്റ്സ് എ ബൈ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ് എന്നാണ് പറയുന്നത്. അത് പൊതുവെ നമ്മള് ജനനത്തിന് ശേഷം എന്നുള്ളതാണ് അതിനെ സൂചിപ്പിക്കാനുള്ളത്. എ ചൈൽഡ് ഈസ് ദ ബൈ പ്രോഡക്റ്റ് ഓഫ് ഹെറിഡിറ്ററി ആൻഡ് എൻവയോൺമെന്റ്. അതായത് അച്ഛനമ്മയിൽ നിന്നും കിട്ടാവുന്ന ജനറ്റിക്കലി ബയോളജിക്കലി കിട്ടുന്ന മൂന്ന് കാര്യങ്ങൾ ആ കുട്ടിയിൽ ഉണ്ടാവും. ദാറ്റ്സ് ഹെറിഡിറ്ററി, പാരമ്പര്യമായിട്ട് കിട്ടുന്നത്. എന്നാൽ എൻവയോൺമെന്റലി ആ കുട്ടിയുടെ ഗ്രോത്തിനെയും ഡെവലപ്മെന്റിനെയും പേഴ്സണാലിറ്റി എല്ലാം അഫക്ട് ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ വരാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അവിടെ ഈ ഒരു എൻവയോൺമെന്റ് ഇറ്റ് മസ്റ്റ് ബി വെരി ഹെൽത്തി ഫോർ ദിസ് ചിൽഡ്രൻ. വളരെ ഭയങ്കര നമുക്ക് ഇന്നത്തെ നമ്മളെ ഈ DJ അതുപോലുള്ള ഭയങ്കര എന്താ പറയാ ഹൈ സൗണ്ട് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിലൊക്കെ ഒരു പ്രഗ്നന്റ് ലേഡി ചെന്ന് കഴിഞ്ഞാൽ പഠനങ്ങളാണ് ഞാൻ പറയുന്നത്, ആ കുട്ടി ഓവറായിട്ട് പിന്നെ ഇറിറ്റേറ്റ് ചെയ്യപ്പെടുന്നത്, അതായത് കൂടുതലായിട്ട് ഇല്ലെ കുറച്ചുകൂടി ഒരു പിന്നെ 6 മാസത്തിലൊക്കെ അപ്പുറത്തേക്ക് ഇല്ലെ നമുക്ക് മൂവ്മെന്റ്, കുട്ടിയുടെ മൂവ്മെന്റ് അമ്മമാരെ തിരിച്ചറിയുന്ന കാലമാണ്. കൂടുതലായിട്ട് ഭയങ്കര ഇറിറ്റേറ്റിംഗ് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യുന്ന പോലെ ആ കുട്ടി അവിടെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് പഠനങ്ങൾ തെളിച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, അമ്മമാർക്കൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഭയങ്കര പെട്ടെന്നുള്ള ഹൈ സൗണ്ട്, താങ്ങാൻ പറ്റാത്ത സൗണ്ട്, നമുക്കൊരു സൗണ്ടുകളൊക്കെ ഉണ്ടാവുമ്പോൾ അവിടെ ക്യാരിങ് ആണെങ്കിൽ ആ കുട്ടിയും അത് പ്രയാസപ്പെടുന്നുണ്ടുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും ആ കുട്ടിയുടെ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നും സറൗണ്ടിങ്ങിൽ ഉണ്ടാവാൻ എന്നുള്ളതാണ്. ഇനി ഇപ്പൊ ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇതിനെ ബാധിക്കും എന്നുള്ളത്. ഇനി ഇവിടെ ഒരു ഇഫക്റ്റീവ് പാരന്റ് എന്നുള്ള ആൾക്ക് പ്രഗ്നന്റ് ആയിട്ടുള്ള ഒരു ലേഡി ആ കുട്ടിയെ എങ്ങനെയാണ് ഫാദർ, മദർ, അവരുടെ ഫാമിലി, സറൗണ്ടിങ്ങിലെ ആളുകൾ എങ്ങനെയാണ് അതിനെ കെയർ ചെയ്യേണ്ടത്? വളരെ സിമ്പിൾ ആണ്. ഇപ്പൊ പറഞ്ഞല്ലോ, ഒരു പ്രഗ്നന്റ് മദറിനെ സംബന്ധിച്ചിടത്തോളം ഷീ മസ്റ്റ് ബി ഹാപ്പി എവറി ടൈം. ഒരിക്കലും അവർക്ക് സ്ട്രെസ് ഉണ്ടാക്കുന്ന, അവരെ ഡിപ്രഷനിലേക്ക് തള്ളിവിടുന്ന ഒന്നും അവിടെ ഉണ്ടാവാൻ പാടില്ലെന്നാണ്. എസ്പെഷ്യലി ഒരു ഹസ്ബൻഡ്, ആ ഫാദർ എന്തിരിക്കണം, ഹി മസ്റ്റ് ബി വെരി കെയർഫുൾ ആൻഡ് മസ്റ്റ് ബി വെരി കെയറിങ് ആൻഡ് ലവബിൾ. അങ്ങനെയെങ്കിൽ മാത്രമേ അവിടെ ആ ഒരു അമ്മ ഹാപ്പി ആയിരിക്കുള്ളൂ. ഇനി എന്തെങ്കിലും മറ്റ് പല കാരണങ്ങൾ കൊണ്ട് എന്തെങ്കിലും സ്ട്രെസ് ഡിപ്രഷനിലേക്കൊക്കെ വരുന്നുണ്ടെങ്കിൽ അതിനെ ഓവർകം ചെയ്ത് തിരിച്ചു കൊണ്ടുവന്ന ആളാണ് ആ കുട്ടിയുടെ കൂടി പിതാവായിട്ടുള്ള ഹസ്ബൻഡ് അല്ലെങ്കിൽ ഫാദർ എന്ന് പറയുന്നത്. സോ ആ മദറിനെ ഏറ്റവും കൂടുതൽ കെയർ ചെയ്യേണ്ടതും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതും അവരെ എല്ലാ നിലക്കും ഒരു നിലക്കും
ഫിസിക്കലി പല നിലക്കും എല്ലാവരും ശ്രദ്ധിക്കും അല്ലെ, അവര് പിന്നെ യാത്രയൊക്കെ അവര് കുറച്ച് ഒക്കെ ചെയ്യും. ബട്ട് അതിനപ്പുറത്തേക്ക് ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ഏരിയ ആണ് അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത്. ഇറ്റ് മസ്റ്റ് ബി വെരി ഹെൽത്തി. ഷീ മസ്റ്റ് ബി മെന്റലി ഫിറ്റ്, മെന്റലി ഹെൽത്ത്. അതിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന, അതിനെ ബാധിക്കുന്ന ഒന്നും തന്നെ ആ ഒരു അമ്മക്ക് ഉണ്ടാവാൻ പാടില്ല. അതിന് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ഹസ്ബൻഡ് തന്നെയാണ്. ഇനി എസ്പെഷ്യലി നമുക്കറിയാം ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പൊ ഇവിടെ ഞാൻ ഫസ്റ്റ് സൂചിപ്പിച്ചു, ഇന്നത്തെ കാലത്ത് ടെക്നോളജി കാരണം കൊണ്ടും മറ്റു നമ്മുടെ ലൈഫ് സ്റ്റൈൽ കാരണം ഒരുപാട് സ്ത്രീകളിൽ നിന്ന് ജോലി ചെയ്യുന്നവരാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വർക്ക് പ്ലേസ്, നമ്മൾ ഗവൺമെന്റ് അതിന് ചില പിന്നെ അവർക്ക് ചില റിലാക്സേഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലീവ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്നിരുന്നാലും വർക്ക് ചെയ്യുന്ന ലേഡീസ് ആകുമ്പോൾ അതിനനുസരിച്ച് കൂടുതൽ അവർക്ക് കെയർ കൊടുക്കേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. വർക്ക് പ്ലേസിലും അവരെന്ത് ചെയ്യണം, മെന്റലി ഹെൽത്തി ആയിരിക്കണം. ഇഫ് ദർ വർക്ക് പ്ലേസ് ഈസ് അതിനെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നാണെങ്കിൽ ഓഫ് കോഴ്സ് ദേ മസ്റ്റ് ബി ടേക്ക് ലീവ്. അവർ ലീവ് എടുത്ത് പറ്റും. കാരണം പിന്നീട് ഈ ഒരു കുട്ടിക്കുണ്ടാകുന്ന പ്രയാസത്തിന് പിന്നെ ഈ കുട്ടിക്കുണ്ടാകുന്ന പ്രയാസം ഈ നമ്മൾ ഉണ്ടാക്കുന്ന പിന്നെ എന്താ പറയുക ജോലി കൊണ്ടുണ്ടാക്കുന്ന ക്യാഷ് കൊണ്ട് നമുക്ക് ചിലപ്പോൾ നികത്താൻ പറ്റിക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് ആവശ്യം എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുകൊണ്ട് ഇവിടെ ഹസ്ബൻഡ്, പിന്നെ നമ്മുടെ അവരുടെ ഫാമിലി അല്ലെ, അവരുടെ മറ്റ് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഫിസിക്കൽ ഹെൽത്തിന് എല്ലാവരും കെയർ ചെയ്യുന്നു. അതുപോലെ ദേ മസ്റ്റ് ബി അവെയർ. അവർ അവയർനെസ് അവർക്കും ഉണ്ടാവണം. അവർ ശ്രദ്ധിക്കണം. അവർ അതിനനുസരിച്ച് അവരെ മെന്റൽ ഹെൽത്തിന് കൂടി ശ്രദ്ധിക്കണം. ഒരിക്കലും ഭയങ്കര എപ്പോഴും കോറലിംഗ് ആയിട്ടുള്ള ഒരു ഫാമിലി അല്ലെ, ഹസ്ബൻഡ് വൈഫും ഇപ്പൊ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ നമുക്കറിയാം നമ്മുടെ ഈ മൊബൈൽ ഫോണിന്റെ ഒക്കെ അല്ലെ, ഇന്ന് ഒരുപാട് പിന്നെ അവസരങ്ങളുണ്ട്. മറ്റു പല നിലക്കും ഇല്ലീഗൽ റിലേഷൻഷിപ്പ് ഒക്കെ പലതും വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ പല നിലക്കും സംശയരോഗം പല കാര്യങ്ങളും. അപ്പൊ ഇവിടെയൊക്കെ ഏറ്റവും കൂടുതൽ അത് ഹേർട്ട് ചെയ്യപ്പെടുന്നത്, അഫക്റ്റഡ് ആവുന്നത് നമ്മളെ ഈ വുമൺ മദർ തന്നെയാണ്. എസ്പെഷ്യലി ഇഫ് ഷീ ഈസ് കാരിങ്, പ്രഗ്നന്റ് ആണെങ്കിൽ ഇത്തരം കാര്യങ്ങളൊക്കെ അവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ എല്ലാ പഠനങ്ങളും ഒന്നും ഇവിടെ സൂചിപ്പിക്കുന്നില്ല, നമുക്കൊക്കെ അറിയാവുന്നതാണ്. ബട്ട് ഒരു അവയർനെസ്, ഒരു റിമൈൻഡർ എന്നുള്ള നിലക്കാണ് ഞാൻ ഈ ഒരു കാര്യങ്ങളോട് സൂചിപ്പിച്ചിട്ടുള്ളത്. എനിക്ക് വളരെ ബ്രീഫായിട്ട് സൂചിപ്പിക്കാനുള്ളത്, എ പ്രഗ്നന്റ് ലേഡി ഷുഡ് ബി മോർ മെന്റലി ഹെൽത്ത് ദാൻ ഫിസിക്കലി ഹെൽത്ത്. ഫിസിക്കൽ ഹെൽത്ത് എല്ലാവരും ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ്. ഒരു ഫിസിക്കൽ ഹെൽത്തിന് നമ്മൾ എത്ര ശ്രദ്ധ കൊടുക്കുന്നുണ്ടോ അതിനേക്കാളും കൂടുതൽ അവരുടെ മെന്റൽ ഹെൽത്തിന് തന്നെയാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. അവരെ ഒരിക്കലും ഡിസ്റ്റർബിങ് അറ്റ്മോസ്ഫിയറിലേക്ക് അവരെ എക്സ്പോസ് ചെയ്യിച്ചുകൂടാ. അവരെ എപ്പോഴും ഹാപ്പിയാക്കി അവർക്ക് പിന്നെ സ്വസ്ഥത കിട്ടുന്ന ഒരു സ്ട്രെസ്സിൽ നിന്നും അവരെ റിലീവ് ആക്കേണ്ടതുണ്ട്. ഒരു കാരണവശാലും നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന്റെ ബിഹേവിയർ കാരണം അവർ ഡിപ്രഷനിലേക്ക് തള്ളിവിടാൻ പാടില്ല. കൂടെ ആഡ് ചെയ്യാനുള്ള ഒരു കാര്യം സ്ലീപ്പ് അല്ലേ. നമുക്ക് ഒരു ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഒരു ഇൻഡിപെൻഡന്റ് ഒരു മനുഷ്യനെ എടുക്കുകയാണെങ്കിൽ ആ മനുഷ്യന്റെ ഹെൽത്തിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒന്നാണ് ഫിസിക്കലി ആൻഡ് മെന്റലി. ഏറ്റവും കൂടുതൽ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒന്നാണ് സ്ലീപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ഇനഫ് സ്ലീപ്പിംഗ് കിട്ടിയില്ലെങ്കിൽ, ഒരു നല്ലൊരു സ്ലീപ്പിംഗ് കൾച്ചർ അവിടെ ഇല്ല എങ്കിൽ, ആ വിഷയത്തിൽ ഡിസിപ്ലിൻഡ് അല്ല എങ്കിൽ, അത് ഈ പ്രഗ്നന്റ് ലേഡി ഒന്നും നമ്മൾ എടുക്കാൻ ഒരു മനുഷ്യനെ വെച്ചിടത്തോളം ഇറ്റ് അഫക്ട്സ് വെരി മച്ച്. അപ്പൊ എസ്പെഷ്യലി ഒരു പ്രഗ്നന്റ് ലേഡീസിനെ വെച്ചിടത്തോളം അവർക്ക് നന്നായി ഒരു സ്ലീപ്പിംഗ് ഒരു കിട്ടേണ്ടതുണ്ട്. അത്തരത്തിലുള്ള സ്വാഭാവികമായിട്ടും പല കാരണം, എസ്പെഷ്യലി ഫസ്റ്റ് ചൈൽഡ് ആണ് കെയറിങ് എങ്കിൽ പലതരത്തിൽ അവർ ആങ്ഷ്യസ് ആയിരിക്കും അല്ലെ. ഇന്ന് വരെ ഉണ്ടാവാത്ത ഒരു അനുഭവമാണ് അവർക്ക് വരാൻ പോകുന്നത്. അവിടെയൊക്കെ അവരെ കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് കൂടെയുള്ള കുട്ടിയുടെ അച്ഛനും അതുപോലെ മറ്റു ഫാമിലി ഗ്രാൻഡ് ഫാദേഴ്സും മദേഴ്സും ഒക്കെ അവരൊക്കെയാണ്, മറ്റു ഫാമിലി മെമ്പേഴ്സ് ആണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഏതായാലും ഞാൻ എൻ്റെ ഈ ഒരു കണ്ടന്റ് ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട ഡൗട്ടും കാര്യങ്ങളും നിങ്ങൾ സൂചിപ്പിക്കാം. എനിക്ക് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ആഡ് ചെയ്യാനുള്ള നമ്മുടെ ഈ ഗ്രൂപ്പിൽ അമ്മമാരുണ്ടെങ്കിൽ ആ വിഷയത്തിൽ അവർ എന്തെങ്കിലും പഠനങ്ങളൊക്കെ അവർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ അവർ ആഡ് ചെയ്യണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഒരു വിഷയം ഇവിടെ നിങ്ങളുടെ ഡീറ്റെയിൽ ആയുള്ള ചർച്ചയ്ക്ക് വേണ്ടി ഇവിടെ സമർപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. സർ, വളരെ സന്തോഷം. താങ്ക് യു സർ. വളരെ മനോഹരമായിട്ട് തന്നെ ആ ഒരു വിഷയം ഇവിടെ അവതരിപ്പിച്ചു.
ഒരുപാട് തലങ്ങളിലേക്ക് പിന്നെ കാര്യങ്ങളെ നമുക്ക് കൊണ്ടുപോകാനുള്ള വിഷയങ്ങളാണ് ഇവിടെ അവതരിപ്പിച്ചത്. ഇവിടെ സാറ് പറഞ്ഞതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇവിടെ ഉണ്ടാകും, എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാകും. വിശേഷിച്ചും ലേഡീസിനൊക്കെ ഒരുപാട് എക്സ്പീരിയൻസിൽ ഇവിടെ ഷെയർ ചെയ്യാനുണ്ടാവും. അപ്പോൾ ഒന്ന് രണ്ടുപേര് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷമായിരുന്നു. ഇവിടെ ഓവറോള് പറഞ്ഞതുപോലെ തന്നെ ഈ പ്രഗ്നൻസി എന്ന് പറയുന്ന ഒരു കാലഘട്ടം, അതല്ലെങ്കിൽ അതിനു മുമ്പ് കൺസെപ്ഷൻ, അതല്ലെങ്കിൽ ഒരു ഭർത്താവും ഭാര്യയും തങ്ങൾക്ക് മക്കൾ വേണം എന്ന് ആലോചിക്കുകയും ചിന്തിക്കുകയും ഒക്കെ ചെയ്ത് തുടങ്ങുന്ന ഒരു സമയമുണ്ടല്ലോ, കുട്ടികൾ വേണോ വേണ്ടേ അല്ലെ എന്ന് ചിന്തിക്കുന്ന ഒരു സമയം. അതല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് വൈഫ് പറയുമ്പോൾ ഹസ്ബൻഡിന്റെ അടുത്തുനിന്ന് കിട്ടുന്ന റിയാക്ഷൻ അല്ലെ, ഞാൻ പ്രഗ്നന്റ് ആണ് എന്ന് പറയുമ്പോൾ തന്റെ പാർട്ട്ണർ എങ്ങനെയാണ് അതിനോട് പ്രതികരിക്കുന്നത്. അതല്ലെങ്കിൽ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് സ്വയം തിരിച്ചറിയുമ്പോൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ എന്താണ് ഉണ്ടാകുന്നത്, ശരിക്കും അവിടെ മുതൽ തുടങ്ങുന്നുണ്ട് അല്ലെ. അപ്പോ അവിടെ നിന്ന് അങ്ങോട്ടാണ് എങ്ങനെയാണ് ഇത് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കുന്നതും അതേപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അപ്പൊ തീർച്ചയായിട്ടും കൺസെപ്ഷൻ മുതൽ ഉള്ള ഒരു കെയറും സപ്പോർട്ടും എങ്ങനെയാണ് നമ്മുടെ മനസ്സിന്റെ നില എന്നത് കുട്ടിയെ ബാധിക്കുന്നുണ്ട്. അത് സ്വാഭാവികമായിട്ടും നമ്മൾ ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സും അതേപോലെ തന്നെ ചൈൽഡ് ഡെവലപ്മെന്റും ഒക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നതാണ്. ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം മാതാവിന്റെ ചിന്തകള്, പ്രവർത്തനങ്ങള്, ഭക്ഷണം, അതേപോലെ തന്നെ അവരുടെ മാനസിക ആരോഗ്യം, ഇങ്ങനെ തുടങ്ങിയിട്ട് എന്തൊക്കെയുണ്ടോ ഇതെല്ലാം കുട്ടിയെ ബാധിക്കുന്നുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ടോപ്പിക്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ പാരന്റിങ് ബിഗിൻസ് അല്ലെ, നേരത്തെ തന്നെ തുടങ്ങുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നത് പോലെ 5 വയസ്സോ 6 വയസ്സോ 10 വയസ്സോ ഒക്കെ എത്തുമ്പോഴല്ല, അതിനു മുന്നേ നമ്മൾ എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട്. അതിന്റെ റിഫ്ലക്ഷനാണ് നമുക്ക് കിട്ടുന്നത്. നന്നായിട്ട് പ്രഗ്നന്റ് ടൈമിൽ പഠിച്ചവര്, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും, അവിടെ പറയാൻ എക്സ്പീരിയൻസ് ഉണ്ടാവും. നന്നായിട്ട് പഠിച്ച ആളുകള് ചിലപ്പോ ആദ്യത്തെ കുട്ടിയുടെ അപ്പുറത്ത് രണ്ടാമത്തെ കുട്ടി ഉണ്ടായ സമയത്തായിരിക്കും ചിലപ്പോൾ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്ത് പഠിക്കാനൊക്കെ പോയിട്ടുണ്ടാവുക. രണ്ടാമത്തെ കുട്ടി ചിലപ്പോൾ പഠിക്കാൻ കുറച്ചുകൂടി മികവ് പുലർത്തുന്നത് ചിലപ്പോൾ കാണാൻ പറ്റും. അതേപോലെ തന്നെ ചിലപ്പോ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ എൻ്റെ ഒരു കസിൻ ഒരു ഫ്ലവേഴ്സ്, ഈ പ്രഗ്നന്റ് ടൈമിൽ ഫ്ലവേഴ്സ് കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു ടൈമായിരുന്നു പ്രഗ്നന്റ് ആയ സമയത്ത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിക്ക് ഫ്ലവേഴ്സിനോട് ഭയങ്കര താല്പര്യം, ഭയങ്കര ഇൻട്രസ്റ്റ്. ഇത് നമ്മുടെ അനുഭവത്തിൽ നിന്നാണ് കേട്ടോ. ഇതേപോലെ പല അനുഭവങ്ങളും നിങ്ങൾക്ക് പറയാനുണ്ടാവും. അപ്പോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മനസ്സിലൂടെ എന്താണോ അല്ലെ, മാതാവ് എന്താണോ ചിന്തിക്കുന്നത് ഈസിലി അവിടെ കിട്ടുന്നു എന്നുള്ളതാണ്. ഇറ്റ്സ് കണക്റ്റഡ്. അപ്പോ ഇതേ രൂപത്തിൽ നമുക്ക് അത്ര ഒരു അവയർനെസ് അല്ലെ, നമ്മൾ ഉഷാറായി ഇരുന്ന് കഴിഞ്ഞാൽ മാത്രമാണ് നമ്മളെ കുട്ടിയും അതിനനുസരിച്ച് രൂപപ്പെടുകയുള്ളൂ എന്നുള്ള കൃത്യമായിട്ടുള്ള ബോധ്യം എല്ലാവർക്കും ഉണ്ടാവണം. ഒരാൾക്ക് മാത്രമല്ല, മാതാവിന് മാത്രമല്ല, പിതാവിനും ഉണ്ടാകണം, ചുറ്റുപാടുമുള്ള എല്ലാവർക്കും ഉണ്ടാകണം. അതേപോലെ തന്നെ നേരത്തെ പറഞ്ഞ പ്രഗ്നൻസി, ഡെലിവറിക്ക് ശേഷമുള്ള സമയങ്ങളും അല്ലെ, അവിടെയും അവിടെ നിന്ന് അങ്ങോട്ട് ഉള്ള എല്ലാ സമയത്തും കൃത്യമായിട്ടുള്ള ഒരു അവയർനെസ്സോട് കൂടി തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനൊക്കെ അല്ലെ, പണ്ട് കാലത്ത് അത്ര
ബോധ്യത്തോടെ ഒന്നും മനസ്സിലാക്കിയിരുന്ന ഒരു കാര്യമല്ല. ബട്ട് ഇപ്പോൾ നമ്മൾ കുറെ കൂടി അതിൽ അവെയർ ആണ്, എന്താണിത് എന്നൊക്കെ ഉള്ളത് കൃത്യമായിട്ട് നമ്മൾ മനസ്സിലാക്കി നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരം എക്സ്പീരിയൻസുകൾ ചിലപ്പോ ഇവിടെയുള്ള ആളുകൾക്കൊക്കെ പങ്കുവെക്കാനുണ്ടാവും. അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഗുഡ് ഈവനിങ് സർ. സർ ഞാൻ Good evening. അനന്യ. ഞാൻ ക്ലാസ് കംപ്ലീറ്റ് കേട്ടിട്ടില്ല. ഇപ്പൊ ഇടയിൽ ആണ് പകുതിയിലാണ് വന്നത്. കേട്ടിടത്തോളം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക് വളരെ സിമ്പിൾ ആയിട്ടാണ് സാർ ഇപ്പോൾ പറഞ്ഞ് തീർത്തിരിക്കുന്നത്. താങ്ക്സ് ഫോർ ദ ക്ലാസ്. ആ സമയം ശരിക്കും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൈം ആയിരുന്നു. പിന്നെ ഈ പറഞ്ഞതിൽ പ്രഗ്നൻസി എന്ന് പറയുന്നതിൽ ഞാൻ കേട്ടിട്ടുണ്ട്. ഈ പ്രഗ്നൻസി എന്ന് പറയുമ്പോൾ ഞാൻ പ്രഗ്നന്റ് ആണെന്നുള്ള ശരിക്കും വി ആർ പ്രഗ്നന്റ് എന്ന് പറയുന്നതാണ് അതിന്റെ കംപ്ലീഷൻ എന്ന്. അത് ശരിക്കും ശരിയാണെന്ന് തോന്നിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ സാർ പറഞ്ഞു കുറെ എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവുമെന്ന്. ശരിയാണ്. ഈ ഇപ്പൊ എനിക്കൊരു ബേബി ഉണ്ട്. എന്റെ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ സ്ലീപ്ലെസ് ആയിരുന്നു. സെയിം സംഭവം എന്റെ കുഞ്ഞിനും ഉണ്ട്. എക്സ്ക്യൂസ് മീ. ഓക്കെ, മാം തിരിച്ചു വരും. ഇവിടെ മാം പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, വി ആർ പ്രഗ്നന്റ്. എനിക്ക് വളരെ Yes. ഇഷ്ടമായി ആ ഒരു ടേം. സർ അതെ അതെ അതെ. ഇത് നമ്മള് മുന്നേ ഇവിടെ വേറൊരു ഇതേ സെയിം ടോപ്പിക് തന്നെ പ്രഗ്നൻസിയുമായി റിലേറ്റ് ചെയ്തൊരു ടോപ്പിക് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അന്ന് നമ്മുടെ ബാച്ചിലുള്ള 10ാമത്തെ ബാച്ചിലോ മറ്റോ ഉള്ള ഐഷയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അന്ന് ഐഷ ഈ ഒരു വിഷയം അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, വി ആർ പ്രഗ്നന്റ് എന്നുള്ളത്. അത് ശരിക്കും അനന്യ അവിടെ പറഞ്ഞപ്പോഴാണ് എനിക്കത് പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് ഓടി വന്നത്, വി ആർ പ്രഗ്നന്റ്. അതൊരു അനന്യ തുടർന്നോളൂ. അപ്പൊ ആ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം ഞാനൊരു മോർണിംഗ് ഒരു 3 o'clock ആവും പ്രഗ്നൻസി പീരീഡിൽ ഉറങ്ങാൻ വേണ്ടിയിട്ട്. അതുവരെ സ്ലീപ്പിംഗ് പാറ്റേൺ നല്ല പക്ക ആയിട്ടുള്ള, എനിക്ക് ശരിക്കും റെഗുലർ പാറ്റേൺ ഉണ്ടായിരുന്നു. ഇതേ പ്രശ്നം ആഫ്റ്റർ ഡെലിവറി എന്റെ ബേബിയും സെയിം പാറ്റേണിലാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ ശരിക്കും മനസ്സിലായി, മീൻസ് നമ്മൾ പ്രീ പ്രഗ്നൻസിയിലും തൊട്ടേ ആ ഒരു എന്താ പറയേണ്ടത്, ആള് പുറത്ത് വന്നിട്ടല്ല അതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നുള്ളത് ശരിക്കും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന, മീൻസ് എനിക്ക് അല്ല അറിയാവുന്നവരുടെ, എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഉണ്ട്, പ്രഗ്നൻസിയിൽ ഉണ്ടാവുന്ന ഓരോ ഇഷ്യൂസ് കാരണം അതിനുശേഷം കുട്ടിക്ക് മൈൽ സ്റ്റോൺസ് അച്ചീവ് ചെയ്യാനൊക്കെ ഇപ്പൊ 1 year ആയിട്ടും 1.25 ആയിട്ടും ആള് ശരിക്ക് പിടിച്ചു നിൽക്കാൻ പോലും ആവുന്നില്ല. അങ്ങനെ പ്രഗ്നൻസിയിൽ കുറെ മെന്റലി കുറെ എന്താണ് ബുദ്ധിമുട്ടുണ്ടായിരുന്ന ആള്. ഓക്കെ താങ്ക് യു അനന്യ. അപ്പോ അനന്യയുടെ കുറച്ച് എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഷെയർ ചെയ്തത്. വളരെ സന്തോഷം. താങ്ക് യു സർ. ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളല്ലാതെ പോസിറ്റീവ് ആയിട്ടും ഉണ്ട്. ഞാൻ ആ സമയം നന്നായി വായിക്കുന്ന ആളാണ്. ഇപ്പോഴും ഞാൻ വായിക്കുകയാണെങ്കിൽ കുഞ്ഞിപ്പോ 2 years ആയി. ബുക്ക് കണ്ടു കഴിഞ്ഞാൽ അത് എന്റേതാണ് എന്നുള്ളത് കൊണ്ട് അമ്മയുടെ ബുക്ക് എന്ന് പറഞ്ഞ് കൊണ്ടുതരും. അല്ലെങ്കിൽ ഞാൻ വായിക്കുമ്പോൾ വന്ന് ചുമ്മാ ഇങ്ങനെ വായിക്കാൻ അറിയില്ലല്ലോ, വിളവളാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബുക്ക് നോക്കും. അതേപോലെ പാട്ട് കേൾക്കാനും നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. അതും പ്രഗ്നൻസി ചെയ്തൊരു കാര്യമാണ്. അതിപ്പോഴും ആ പാട്ട് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക റെസ്പോൺസ്, എന്റെ പാട്ട് എന്ന് പറഞ്ഞിട്ട് അവൾ അത് ഐഡന്റിഫൈ ചെയ്യും, ശരിക്കും അത് ഫൗണ്ട് ചെയ്യും. That's all. Great. Yes. It's imitation. അതായത് കുട്ടികൾ അനുകരിക്കുകയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ റീഡിങ്ങിന്റെ എനിക്കും അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇതേപോലെ തന്നെ ഞാൻ ഇങ്ങനെ കൂടുതൽ വായിക്കുന്ന ഒരാളായതുകൊണ്ട് ഇങ്ങനെ വീട്ടിലെപ്പോഴും ഇങ്ങനെ വായിക്കും. അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം ഇങ്ങനെ വൈഫ് ഇങ്ങനെ കാണിച്ചതാണ്, കുഞ്ഞ് എവിടെയോ ഒരു കിടന്ന ഒരു 1.5 വയസ്സോ 2 വയസ്സോ ആ ഒരു റേഞ്ചിലുള്ള സമയത്ത് ഏതോ ഒരു ന്യൂസ് പേപ്പറിന്റെ ഒരു കടലാസ് കഷ്ണം ഇരുന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് ഇങ്ങനെ വായിക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുകയാണ്. യെസ്, ഇമിറ്റേഷൻ ഇറ്റ്സ് വണ്ടർഫുൾ തിങ് അല്ലെ. നമ്മൾ എന്താണോ ചെയ്യുന്നത് അവര് അനുകരിക്കുകയാണ്. അവർക്ക് അതേ അറിയുള്ളൂ. അവരതേപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അല്ലെ. ഗ്രേറ്റ്. താങ്ക് യു അനന്യ. യെസ് ചന്ദ്രൻ സാർ. വഹാബ് സാർ വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. ശരിക്കും നമ്മളൊരു ഡോക്ടർ ആവണമെങ്കിൽ നമ്മൾ MBBS പാസ്സാവും അല്ലെ. അതുപോലെ വക്കീല്, അതുപോലെ ടീച്ചർ, അതിനൊക്കെ തത്തുല്യമായിട്ടുള്ള ഒരു പരീക്ഷ പാസ്സായിട്ടാണ് നമ്മൾ അതിലേക്ക് എലിജിബിൾ ആവുക. പക്ഷെ ഒരു അച്ഛനാവുക, ഒരു അമ്മയാവുക എന്നുള്ളതിന് നമ്മളൊരു പരീക്ഷയോ ഒരു മാനദണ്ഡമോ പാസ്സാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു
കാര്യം അതിൽ പറയാനുണ്ട്. ശരിക്കും നമ്മൾ അതിനെപ്പറ്റി പഠിക്കുമ്പോൾ ഒരു കല്യാണത്തിന് മുന്നേ പലപ്പോഴും നമുക്ക് അതിനുള്ള കോഴ്സുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്യാറുണ്ട്. പക്ഷെ ഒരു കുട്ടിയാവുന്നതിന് മുൻപ് നമ്മൾ ആ കുട്ടി എങ്ങനെ പരിപാലിക്കണം, അതല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇന്ന് നിലവിൽ നമ്മുടെ സമൂഹം അതിലുള്ള ഒരു എഡ്യൂക്കേഷൻ തരുന്നില്ല. അതല്ലെങ്കിൽ നമ്മൾ സ്വമേധ അതിൽ പഠിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല എന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം. പിന്നെ ഇവിടെ ഫൈസൽ സാർ പറഞ്ഞതുപോലെ നമ്മുടെ ആദ്യത്തെ കുട്ടിയോടുള്ള കെയറും അല്ല രണ്ടാമത്തെ കുട്ടിയോട് ഉണ്ടാവുക. ആദ്യത്തെ കുട്ടി എന്നുള്ള എക്സ്പെരിമെന്റ് ആണ് ശരിക്കും. നമ്മൾ എല്ലാം പരീക്ഷിക്കാനും അതുപോലെ തന്നെ അതിലുള്ളൊരു എന്താ പറയാ, നമ്മളെല്ലാം പരീക്ഷിക്കുന്ന ആദ്യത്തെ കുട്ടിയിലായിരിക്കും. രണ്ടാമത്തെ കുട്ടിക്കാണ് അതിന്റെ പോരായ്മകൾ നികത്തി രണ്ടാമത്തെ കുട്ടിയിലാണ് ശരിക്കും നമ്മളത് അപ്ലൈ ചെയ്യാന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോ സാറിനോട് എനിക്ക് ചോദിക്കാനുള്ള ഒരു 2 ചോദ്യം. ആദ്യത്തെ ചോദ്യം, നമ്മുടെ ശരിക്കും കുട്ടികളുടെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവും ശരിക്കും ഒരു 70% നമ്മുടെ ഭ്രൂണാവസ്ഥയിലാണെന്നുള്ള കേട്ടിട്ടുണ്ട്. അപ്പൊ അത് എത്രമാത്രം ശരിയാണ്? അതുപോലെ തന്നെ ഒരു 5 മുതൽ 10%, ബാക്കി 30%-ത്തിലുള്ളത് ഒരു 5 വയസ്സിനുള്ളിലാണ് റിക്കവർ ആവുക എന്നുള്ളത്. അപ്പൊ അതായത് നമ്മളിലൊക്കെ ബ്രെയിൻ ഡെവലപ്മെന്റ് ഉണ്ടാവാനുള്ള സാധ്യത ഒരു 5 മുതൽ 10% ആണെന്നുള്ളതാണ് ഒരു പഠനം തെളിയിക്കുന്നത്. അത് എത്രമാത്രം ശരിയാണെന്നുള്ളതാണ് ആദ്യത്തെ ഒരു ചോദ്യം. പിന്നെ രണ്ടാമത്തെ ഒരു ചോദ്യം, ഇപ്പോ നമ്മളൊരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞു 2 മാസം മുതൽ ഇപ്പോഴത്തെ സ്ത്രീകള് ബെഡ് റെസ്റ്റ് തന്നെയാണ് അല്ലെ? ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻസി ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അന്ന് മുതൽ ബെഡ് റെസ്റ്റ് ആണ്. അപ്പൊ അതിനുള്ള പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ഫിസിക്കൽ ആയിട്ടുള്ള ഹെൽത്തിന്റെ അപര്യാപ്തതയാണോ, അതല്ല ഈ നമ്മുടെ എൻവയറമെന്റ് നടക്കുന്ന സ്ട്രെസ് ആണോ, അതെന്താണ് ഇതിൽ കൂടുതലായിട്ടുള്ള അതിനൊരു റീസൺ എന്നാണ് രണ്ടാമത്തെ ചോദ്യം. അതിനൊരു കറക്ഷൻ കിട്ടിയാൽ നന്നായിരുന്നു. ഓക്കെ, ഞാൻ നല്ല 2 ചോദ്യങ്ങളാണ്. ഞാൻ ഒരു എന്റേതായ ശ്രമം നടത്താം. ബാക്കി ഫൈസൽ സാറും ബാക്കിയുള്ളവരൊക്കെ ആഡ് ചെയ്യും. അതിലിപ്പം പിന്നെ ബ്രെയിനിൻ്റെത് ഇപ്പൊ നമുക്കൊരു പഠനങ്ങൾ പറയുന്നത് വെച്ചാൽ നമ്മൾ ബർത്തിന്റെ സമയത്ത്, ജനിക്കുന്ന സമയത്ത്, സാറ് ചോദിച്ചിട്ടുള്ളത് പിന്നെ ബിഫോർ ബർത്ത് ആണ്. അപ്പൊ അതിലെ ഡീറ്റെയിൽസ് പിന്നെ എനിക്ക് റെഫർ ചെയ്യേണ്ടതുണ്ട്. എന്നാൽ ബർത്തിന്റെ സമയത്ത് ശരിക്കും ഒരു അഡൾട്ട് ബ്രെയിനിന്റെ ക്വാർട്ടർ അഥവാ 1/4, 4/1 ശരിക്ക് അറ്റ് പ്രസന്റ് ബർത്തിന്റെ സമയത്ത് നമ്മുടെ പിന്നെ ബ്രെയിനിന്റെ സൈസ് എന്ന് പറഞ്ഞത്. അതൊരു അഡൾട്ട് ആവറേജ് സൈസ് ഉണ്ട് ഒരു ബ്രെയിനിന്റെ സൈസ്. അതിന്റെ 4/1 എന്ത് ചെയ്യുക നമ്മൾ ജനിക്കുന്ന സമയത്ത്. എന്നിട്ട് പിന്നെ എന്ത് ചെയ്യുന്നു, ആദ്യത്തെ ഒരു വർഷം അത് ഡബിൾ ആകുന്നു, ക്വാർട്ടർ എന്നുള്ളത് പിന്നെ ഡബിൾ ആകുന്നു. പിന്നെ അത് വളർന്ന് ഏകദേശം 3 വയസ്സാകുമ്പോൾ അത് 80% അഡൾട്ട് ബ്രെയിനിന്റെ അതിലേക്ക് എത്തുന്നു. പിന്നെ ഒരു 5 വയസ്സാകുമ്പോൾ പിന്നെ 90%, പിന്നെ അതങ്ങ് പിന്നെ ഇതാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് സൈസ് ആട്ടോ പറയുന്നത്. ഓഫ് കോഴ്സ് ആ സൈസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ബ്രെയിനിന്റെ സൈസ് എന്ന് പറയുന്നത് അതിന്റെ ആ ഒരു ബ്രെയിൻ ഫങ്ഷനാലിറ്റി അത് പ്രൊപ്പോർഷണൽ ആണ്, അറിയാലോ. ഓക്കെ, അപ്പൊ അതിൽ ബിഫോർ ബർത്ത് അതിന്റെ കറക്റ്റ് ഉള്ളത് ഞാൻ റെഫർ ചെയ്തില്ല. അത് സാർ അവരാരെങ്കിലും ഒന്ന് ഫസ്റ്റ് സാർ പറയുന്നത് വിചാരിക്കും. ഈ രണ്ടാമത്തെ ചോദ്യം പിന്നെ കൂടുതൽ ബെഡ് റെസ്റ്റ് അല്ലേ? ഞാൻ എൻ്റെ ഒരു പിന്നെ വ്യൂ ആട്ടോ പറയുന്നത്. നമുക്കറിയാം പിന്നെ പണ്ട് കാലത്തൊക്കെ ഈ നോർമൽ ബർത്ത് കമ്പയർഡ് ടു ഇന്നത്തെ മോഡേൺ വേൾഡിൽ പിന്നെ കൂടുതലായിരുന്നല്ലോ. ഇന്നാണ് സിസേറിയൻ കൂടുതലാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ചിലരൊക്കെ പറയുന്ന പോലെ ഹോസ്പിറ്റലുകളുടെ പിന്നെ പർപ്പസ്ലി അത് നോർമൽ ആകുന്ന പിന്നെ ഇതുപോലും വെറുതെ സ്കാനിങ്ങിന്റെ അതൊന്നും കാണിച്ചിട്ട് അവർക്ക് ക്യാഷ് കിട്ടാൻ വേണ്ടി അത് സിസേറിയൻ ആക്കുന്നു എന്ന് പറഞ്ഞവരുണ്ട്. എന്നാൽ ചിലര് പിന്നെ ബൈ ചോയ്സ് അമ്മ ചൂസ് ചെയ്യാണ്, എനിക്ക് ആ ഡെലിവറി പെയിൻ സഹിക്കാൻ എനിക്ക് പറ്റൂല, എനിക്ക് സിസേറിയൻ, അങ്ങനെ കൺസെന്റോട് കൂടി ചെയ്യുന്നതുകൊണ്ട്. എന്നാൽ ഇതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം, പണ്ട് നമ്മള് വെള്ളം കോരുമായിരുന്നു ആണല്ലോ. അതുപോലെ തന്നെ അമ്മി അരക്കും. അതുപോലെ ഒരുവിധം എല്ലാം മാനുവൽ വർക്കാണ് ഉണ്ടായിരുന്നത് പണ്ട് കാലങ്ങളിൽ. മാനുവലി, അതായത് നമുക്കറിയാം ശരിക്ക് ഡെലിവറി എന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മളെ ഇവിടെ ഈ നമ്മളെ ഹിപ്പിന്റെ അവിടെ അല്ലെ, അവിടെ ഒരുപാട് ഇലാസ്റ്റിക് മസിൽസ് ഉണ്ട്. ആ മസിൽസിന്റെ കൺട്രാക്ഷൻ റിലാക്സേഷൻ ആണ് യഥാർത്ഥത്തിൽ അല്ലെ ഡെലിവറി സമയത്ത് മാക്സിമം എന്ത് ചെയ്യണം, അത് എക്സ്പാൻഡ് ചെയ്യണം, റിലാക്സ് ആവണം. അപ്പൊ അത് സ്വാഭാവികം. ഇപ്പൊ ഒന്നും വേണ്ട, നമ്മള് പിന്നെ സ്ഥിരമായി വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ, ഒരു ആണാട്ടെ പെണ്ണാവട്ടെ, വർക്കൗട്ട് ചെയ്യുന്ന ഒരാള് പെട്ടെന്ന് ഒരു ദിവസം ഒരു പട്ടി പിന്നാലെ കൂടി ഓടേണ്ടി വന്നാൽ അത് അയാൾ അത്ര എഫക്റ്റ് ചെയ്യൂല. നേരെ മറിച്ച് വർക്കൗട്ട് ഒന്നും ചെയ്യാത്ത ഒരാള് പെട്ടെന്ന് ഒരു ദിവസം പട്ടി പിന്നാലെ കൂടി ഇയാള് ജീവരക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം ഓടി കഴിഞ്ഞ് എവിടെയെങ്കിലും വന്ന് ഇരിക്കുന്ന സമയത്ത് ആളങ്ങ് ടയർഡ് ആകുമ്പോൾ മാത്രമല്ല 1-2 ദിവസത്തേക്കുള്ള മസിൽ പെയിൻ ആയിരിക്കും. കാരണം മസിലിന്റെ ഒരു സ്ട്രക്ചർ അങ്ങനെയാണ്. ആ മസിൽ പിന്നെ തീരെ വർക്ക് ചെയ്യാതിരുന്നാൽ
അത് എക്സ്പാൻഷനും കൺട്രാക്ഷനും അല്ലെ, അത് ആയി കഴിഞ്ഞാൽ അത് സ്മൂത്ത് ആയിരിക്കും, സ്മൂത്ത് ആയിട്ട് അത് വർക്ക് ചെയ്യും. അത് വേണ്ട രീതിയിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ എന്ത് ചെയ്യും, ഓഫ് കോഴ്സ് ഇറ്റ് വിൽ അഫക്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ശരിക്ക് പിന്നെന്താ പറയാ, ഏറ്റവും നല്ലത് നോർമൽ ഡെലിവറിക്ക് നല്ലത് ഫിസിക്കലി അവർ പറ്റാവുന്നതൊക്കെ ചെയ്യാന്നുള്ളതാണ്. അത് എൻ്റെ ഒരു വശമാണ് ഞാൻ പറഞ്ഞത്. ഇനി ബെഡ് റെസ്റ്റ് ആവാന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്, അത് പിന്നെ ശരിക്കും ഡെലിവറി എന്നുള്ളത് ഒരു രോഗമല്ലല്ലോ. പ്രഗ്നൻസി ഡെലിവറി ആക്ച്വലി ഇറ്റ് ഈസ് ജസ്റ്റ് പാർട്ട് ഓഫ് അവർ ലൈഫ്. പക്ഷെ ഇന്ന് അത് എന്താക്കി മാറ്റി, എല്ലാവരും കൂടെ അതിനൊരു രോഗമാക്കി മാറ്റി. അങ്ങനെ രോഗമാക്കി മാറ്റുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താവും, രോഗിയെ പോലെ കൺസിഡർ ചെയ്യുമ്പോൾ അതിനുള്ളതൊക്കെ അവിടെ അഡ്വൈസിൽ അത് വരും. പിന്നെ ശരിക്കും അവർ റെസ്റ്റ് എടുക്കേണ്ട കേസുകൾ ഇപ്പോൾ പറയട്ടെ, ഒരു ഫസ്റ്റ് സ്കാനിങ്ങിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് അവർ പറയും നിങ്ങൾ ശ്രദ്ധിക്കണം. പക്ഷെ എന്നാലും അവർ പറയും നിങ്ങൾ യാത്ര ചെയ്തോ, പക്ഷെ കൂടുതൽ എന്ത് ചെയ്ത് ഈ ബൈക്ക് യാത്ര ഒക്കെ വരുമ്പോൾ പറയും നിങ്ങൾ ഈ ഗട്ടർ ഒക്കെ ചാടി കൂടുതൽ ഷോക്ക് വരുന്ന രീതിയിൽ ചെയ്യരുതെന്നൊക്കെ പറയാം. അതെന്തിനാ വെച്ചാല് സ്വാഭാവികം അതാണ് അഫക്റ്റ് ചെയ്യും. പക്ഷെ ഇത് അങ്ങനെ ഒന്നുമല്ല, പ്രത്യേകിച്ച് ഒന്നും ഇല്ലാതെ ഫസ്റ്റിലെ അതൊരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ റെസ്റ്റ് എന്നുള്ള അതൊരു കൾച്ചറായി, ഒരു കസ്റ്റമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അത് എന്ത് ചെയ്യുക, സ്വാഭാവികമായിട്ടും നമ്മുടെ മസിൽസ് എത്രത്തോളം അത് വർക്ക് ചെയ്യുന്നു അത്രത്തോളം ഡെലിവറി സ്മൂത്ത് ആവും എന്നുള്ളതാണ് നമ്മളെ പണ്ടത്തെ ഒരു അനുഭവങ്ങളും അതുപോലെ ചില പഠനങ്ങളും, ഞാൻ വെറുതെ പറയുന്നതല്ല, അതുമായി ബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് പറ്റാവുന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഒരു പ്രഗ്നന്റ് ലേഡി അവർക്ക് പറ്റാവുന്ന ഫിസിക്കൽ വർക്കുകൾ ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. അതില് ഞാൻ ആഡ് ചെയ്യാം കേട്ടോ. ഇപ്പൊ സാറ് പറഞ്ഞതില് നമ്മുടെ ഫിസിക്കൽ എക്സർസൈസിന്റെ കുറവും മെന്റൽ സ്ട്രെസിന്റെ കൂടുതലും ആണെന്നുള്ളതാണ് അതിലേക്കല്ലേ സാറ് പറഞ്ഞു വരുന്നത്? അത് തന്നെയാണല്ലോ ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഞാൻ ജസ്റ്റ് ബെഡ് റെസ്റ്റ് എന്നുള്ളതിനാണ് കേട്ടോ കൂടുതൽ ഫോക്കസ് ചെയ്ത്. അത് നമ്മളത് ഒരു അങ്ങനെ ആക്കി തീർത്തു എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ശരിക്കും ഈ സിസേറിയനിലേക്ക് പോകുന്നതിന്റെ ഒരു റീസണിലേക്ക് പെടുത്താവുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഒരു റെസ്റ്റ് എന്നുള്ളത്. ശരിയല്ലേ അത്? ആ, അതിലിപ്പോ എന്ന് വെച്ചാല് ഞാന് പിന്നെ ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട് മുമ്പൊക്കെ സ്കാനിങ്, ഇപ്പൊ നമ്മളെ വൈഫൊക്കെ ആയിട്ട് പോകുമ്പോ 6th month ഒക്കെയാണ് ഫസ്റ്റ് പറയാറുള്ളത് സ്കാനിങ്. മുമ്പൊക്കെ ലാസ്റ്റ് ഡെലിവറി അടുപ്പിച്ചാണ് പോലും സ്കാൻ ചെയ്തിരുന്നത്. പണ്ടതില്ല, അത് വേറെ വിഷയം. മുമ്പൊക്കെ ഇപ്പൊ പിന്നെ അങ്ങനെ മാറി 6 ആയി, പിന്നെ അത് 3 monthsലും 3, 6 അങ്ങനെ പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞേക്കുന്നത് ഫസ്റ്റിലെ തന്നെ അങ്ങ് കുറച്ചെണ്ണം ആയി കഴിഞ്ഞാൽ പിന്നെ ഒരു മാസം കഴിഞ്ഞാൽ തന്നെ അതിന്റെ ഇതൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് അവിടെ പല രീതിയിലും ഇപ്പൊ ഞാൻ കേട്ടിട്ടുണ്ട്. ഇപ്പോ ഈ 6 monthലൊക്കെ ചിലപ്പം പൊസിഷൻ മാറി കിടക്കുന്ന കുട്ടികളുടേത് അത് 9 month അപ്പോൾ ഓട്ടോമാറ്റിക്കലി ചെല്ലുമ്പോൾ എന്ത് ചെയ്യും, നോർമലായി വരും. പക്ഷെ ഇത് കാണോടുകൂടി അത് കോംപ്ലിക്കേറ്റഡ് എന്നുള്ള ഇഷ്യൂ വരും. എനിക്ക് തോന്നുന്നുണ്ട് ഈ ഒരു ഇത് പോലും എന്താവും, ആ ഒരു മദറിനെ മെന്റലി അത് ബാധിക്കും എന്നുള്ളതാണ്. അതായത് കെയറും പ്രിക്കോഷൻ എടുക്കണം എന്നുള്ളതല്ല, പലപ്പോഴും നമ്മൾ ഓവറായിട്ട് ഇങ്ങനെ ഇതിനൊരു നമ്മളെ രോഗമാക്കി ഇതിനെ കാണുന്നത് അതൊരു കാരണം കൂടെ ഉണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ആഡിങ് ആവശ്യം. താങ്ക് യു സാർ. വെൽക്കം. Okay, any other questions? ഇപ്പൊ പെൺകുട്ടികൾക്ക് ഏജ് ആവുന്നു, എന്നാൽ കമന്റലി ഫിസിക്കലി അത്ര ഗ്രോത്ത് ഇല്ല. ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ഒന്ന് പറയാമോ? കണ്ടാൽ തന്നെ ഒരു പണ്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിട്ടുള്ള ഒരു ആരോഗ്യമോ അല്ലെങ്കിൽ ഇപ്പോ ചെറിയ ചെറിയ പെൺകുട്ടികൾ പോലും വേഗം വേഗം പ്രഗ്നന്റ് ആവുന്ന ഒരു ഇതാണ്. അവർക്ക് അതിനെ കുറിച്ചിട്ടൊരു എന്താ ഒരു അറിവ് പോലും ഇല്ലാത്തൊരു അതുപോലെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നിങ്ങൾ ഉദ്ദേശിച്ചത് മനസ്സിലായില്ല. ചെറിയ കുട്ടികൾ പ്രഗ്നന്റ് ആവുന്ന ഉദ്ദേശിച്ചതിന്റെ അവർക്ക് അവയർനെസ് ഇല്ലാന്നായിരിക്കും അല്ലെ ഉദ്ദേശിച്ചത്? മെന്റലി പക്വത ഇല്ലാത്ത കുട്ടികളാണ് ഉണ്ടാവുള്ളൂ ഇപ്പത്തെ. ഓക്കെ, പിന്നെ ഞാൻ മൊത്തത്തിൽ എനിക്ക് ചോദ്യത്തിൽ ഒരു ചെറിയ ക്ലാരിറ്റി ഇഷ്യൂ ഉണ്ട്. എന്നിരുന്നാലും പിന്നെ
ഒന്ന് പിന്നെ ഇപ്പൊ നമ്മളെ നമ്മളെ ഫാമിലിയൊക്കെ കണ്ടിരുന്ന ഒരു സംഭവം പറയാം. പണ്ടൊക്കെ നമ്മളെ എസ്പെഷ്യലി പെൺകുട്ടികൾ പിന്നെ അവര് വളർന്നു വരുമ്പോ തന്നെ ഒരു വളർച്ച ഒരു സമയത്തുമ്പോ തന്നെ അവര് അമ്മമാരെ സഹായിച്ചുകൊണ്ട് കാര്യങ്ങളിലൊക്കെ ഇടപെട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഇനിയിപ്പോ അവര് മാരീഡായി ഒരു സ്ഥലത്തെത്തിയാലും പിന്നെ ഇപ്പൊ മുമ്പത്തെ ഒക്കെ അപേക്ഷിച്ച് ഇപ്പം നമ്മുടെ മാരേജിന്റെ ഏജ് കുറച്ചൊക്കെ വന്നിട്ടുണ്ട്. എന്നിരുന്നാലും പിന്നെ പണ്ടും അവര് പിന്നെ എന്താ പറയാ ഒരു കല്യാണം കഴിഞ്ഞ് ഒരു പ്രഗ്നന്റ് ആയി കഴിഞ്ഞാലും പണ്ടത്തെ സ്ത്രീകൾക്ക് കുറച്ചും കൂടി ഒരു മെച്യൂരിറ്റി ഉണ്ടെന്ന് പറഞ്ഞേക്കാറുണ്ട്. വെച്ചാല് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ ചുറ്റുപാടുകൾ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു മെച്യൂരിറ്റിയുടെ ഇഷ്യൂ. കാരണം ഫിസിക്കലി അവർ പ്യൂബർട്ടി കാര്യങ്ങളൊക്കെ നേരത്തെ ആവുന്നുണ്ട്. അത് ഇന്നത്തെ നമ്മളെ പിന്നെ പല കാരണങ്ങളാവും. പക്ഷെ എന്നാലും അവര് എന്താ പറയുക ഒരു മെച്യൂരിറ്റിയുടെ ഒരു ഇഷ്യൂ പലപ്പോഴും കാണാറുണ്ട്. അതിപ്പോ എനിക്ക് തോന്നുവെച്ചാല് പലപ്പോഴും ഇപ്പോഴത്തെ അമ്മമാര് മക്കളെ എന്ത് ചെയ്യുന്നില്ല, അവരുടെ കാര്യങ്ങളിൽ ഇൻവോൾവ് ചെയ്യിപ്പിക്കുന്നില്ലെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഉണ്ട് കാരണം പഠിക്കല്ലേ എന്നിട്ട് ഒക്കെ ആണ് പോകും. പലപ്പോഴും ഹോസ്റ്റലിലോ അങ്ങനെയൊക്കെ ആവും. ഞാനൊരു നല്ലൊരു സമയം 10ാം ക്ലാസ് വരെയൊക്കെ അവർ ഇൻവോൾവ് ചെയ്യിപ്പിക്കാതെ അത് കഴിഞ്ഞ് പിന്നെ സ്വഭാവമായിട്ടും പ്രൊഫഷണൽ കോഴ്സ് ഒക്കെ ആണെങ്കിൽ ഒരു ഹോസ്റ്റലായിരിക്കും. എന്നുവെച്ചാൽ ഒരു മദർ ആവുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് അല്ലെങ്കിൽ അത്തരത്തിലൊരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടാതെ അവർ നേരെ എന്ത് ചെയ്യുന്നു ചെല്ലിലേക്ക് എടുത്തിച്ചാടുന്ന ഒരു അവസ്ഥ എൻ്റെ ഒരു വ്യൂ ആണ്. അതായിരിക്കാം ചിലപ്പം അതിന്റെ ഒരു റീസൺ. നിങ്ങൾ ഉദ്ദേശിച്ച ഇതാണെന്ന് ഞാൻ വിചാരിക്കുന്നു. അതല്ലാണ്ട് ഞങ്ങൾക്ക് അതെ. കാരണം എക്സ്ക്യൂസ് മീ, അതായത് പണ്ടുള്ളവരെന്ന് പറഞ്ഞാൽ ഒരു കൂട്ടുകുടുംബത്തിലായിരുന്നു. അതെ, അപ്പൊ അവര് ഒരുപാട് ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോ കുറച്ച് ഏജ് ആയാൽ തന്നെ അവരുടെ താഴെ കുട്ടികളൊക്കെ വരുമ്പോ അവരെയൊക്കെ നോക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ എന്ന് പറഞ്ഞാല് സ്മോൾ ഫാമിലി ആണ്. പിന്നെ അതുപോലെ ഇപ്പൊ ഈ കുട്ടിത്തം മാറാത്ത ഒരു ഏജിൽ തന്നെ കെട്ടിച്ചു വിടുന്നതും ഓക്കെ. അപ്പൊ അതിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് ഇല്ലാത്തതും ഇതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ എന്റെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും അത് സഹിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയ്ക്ക് വരുന്നത്. അപ്പോൾ ചെറുതായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോ തന്നെ അവർക്ക് ഭയങ്കര പേടിയായിരിക്കും. ഓക്കെ, അങ്ങനെയൊക്കെ. ശരിക്കും നമ്മൾ അറിയാലോ, ലൈഫ് എന്ന് പറഞ്ഞാല് ത്രൂ എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ നമ്മള് പിന്നെ ശരിക്കും നമ്മൾ പറയുമ്പോ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ ചില കാര്യങ്ങളിലൂടെ കടന്ന് പോയാൽ മതിയാവും. നമ്മള് ഈ പെരുങ്കല്ലൻ മറ്റേ നമ്മളെ ഇരുമ്പ് ചൂളയിലിട്ട് അങ്ങേയറ്റം അതിനെ ഇതാക്കിയിട്ട് അവസാനം അടിച്ചു പറ്റി സ്മൂത്ത് ആക്കി ഒരു സംഭവം കൊണ്ടിരുന്നുണ്ടല്ലോ. ആ ഒരു റൂട്ടിൽ പോയാൽ മാത്രമേ അവസാനം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അതൊരു വെപ്പണായത് മാറുള്ളൂ. ഇതുപോലെ നമ്മൾ മനുഷ്യനങ്ങനെ തന്നെയാണ്. വി മസ്റ്റ് ഗോ ത്രൂ സം എക്സ്പീരിയൻസസ്. അതിലൂടെ പോയാൽ മാത്രമേ അത്ര എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് അതിനെ ഫേസ് ചെയ്യാൻ പറ്റുള്ളൂ. സിമ്പിൾ കാര്യമാണ്. പിന്നെ പിന്നെ വിവാഹപ്രായത്തിനൊക്കെ പല ചർച്ചകളും നടക്കുന്നുണ്ട്. എന്റെ വിഷയത്തിൽ അഭിപ്രായം എന്ന് വെച്ചാൽ ഒരു ഏജ് എന്നുള്ള ഒരു നമ്പറിനപ്പുറത്തേക്ക് മെന്റൽ മെച്യൂരിറ്റി, അതാണ് ഇറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ്. അതാണ് അവിടെ വേണ്ടത്. കാരണം അത് ഏത് പ്രായത്തിലാണ് ആവുക, ദാറ്റ് ഈസ് ഹെർ. അല്ല, അതൊരു ഫിക്സ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് ഒരു കുട്ടി 20-25 വയസ്സിലും അവര് പിന്നെ ഇത്തരം ഒരു കാര്യം മെച്യൂർ അല്ലെങ്കിൽ പിന്നെ കെട്ടിച്ചു വിടാൻ പാടില്ല. കാരണം ചിലപ്പോൾ അവസാനം പറ്റാത്തവരെ സൂസൈഡ് ഒക്കെ ചെയ്തു. അപ്പോ പ്രായം പറഞ്ഞപ്പോൾ കൂടുതൽ സൂചിപ്പിച്ചു എന്നുള്ളൂ. പക്ഷെ ഇതൊക്കെ കിട്ടണമെങ്കിൽ ഓഫ് കോഴ്സ് ഫ്രം ഫാമിലി, നമ്മുടെ പാരന്റ്സ് എന്നുള്ള ആൾക്ക് അവർ കൊടുത്തേ മതി. മസ്റ്റ് ഗോ ത്രൂ ഓൾ ദീസ് എക്സ്പീരിയൻസ്. അവരെ ഉള്ള സ്നേഹം കാരണം നമ്മളവിടെ ശരിക്കും പലപ്പോഴും നശിപ്പിക്കുന്ന ഒരു അവസ്ഥയാണെന്ന് ഉള്ളത്. ഓക്കെ, എന്തായാലും നമുക്ക് പതുക്കെ വൈൻഡപ്പിലേക്ക് പോകാം എന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോ മനോഹരമായിട്ടുള്ള ഒരു സെഷനാണ് നമ്മളിവിടെ സമാപിക്കുന്നത്. അപ്പൊ ഇതിന്റെ കണ്ടിന്യൂവേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഉണ്ടാകണം. നമ്മുടെ ഒരു പിന്നെ ഒരു ഡിസ്കഷൻ ജേണിയാണ് ശരിക്കും. നമ്മൾ ലേണിംഗ് അല്ലെ, റീലേണിംഗ് അൺലേണിംഗ് ആണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പൊ എന്ത് സയൻസ് ആയി കഴിഞ്ഞാലും മാറിക്കൊണ്ടിരിക്കുമല്ലോ. ഇപ്പൊ നേരത്തെ പറഞ്ഞ ബ്രെയിൻ ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞാലും അതിനുശേഷമുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയി കഴിഞ്ഞാലും അല്ലെ. ബ്രെയിൻ ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ 5 വയസ്സിനോട് 90% എന്നൊക്കെ പറയെങ്കിലും അതിനേക്കാൾ അപ്പുറത്ത് കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഉണ്ട്. ഈ ബ്രെയിൻ ഡെവലപ്മെന്റിനോടൊപ്പം തന്നെ തിങ്കിങ്, പെർസെപ്ഷന്, പ്രോബ്ലം സോൾവിങ് ഒക്കെ വരുന്നത് അതിനുശേഷമുള്ള കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റിലാണ്. അപ്പൊ അത് ഓരോ വയസ്സുകൾക്കനുസരിച്ചിട്ട് മാറും അല്ലെ. 5 വയസ്സുള്ള അല്ലെങ്കിൽ 10 വയസ്സുള്ള കുട്ടിയുടെ ഒരു കൊഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആയിരിക്കില്ല, കൊഗ്നിഷൻ ആയിരിക്കില്ല. കുറച്ചും കൂടി മുതിർന്നു വരുന്ന സമയത്ത് കൊഗ്നിഷൻസ് മാറി വരും അല്ലെ. അതേപോലെ തന്നെ പുതിയ പഠനങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ പോലെ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി
അല്ലെ? അതായത് സെൽസുകൾ, പുതിയ സെൽസുകൾ നമ്മൾ ക്രിയേറ്റീവ് ആകും തോറും അത് പണ്ട് വിചാരിച്ചിരുന്നത് സെല്ലുകളൊക്കെ ഇങ്ങനെ മരിച്ചു പോകും എന്നുള്ളതാണ്. എന്നാൽ പുതിയ സെല്ലുകൾ നമുക്ക് രൂപപ്പെടുത്താൻ പറ്റും. ഹൗ? അത് നമ്മൾ ആക്റ്റീവായിട്ട് നിൽക്കുമ്പോൾ മാത്രമാണ്. അല്ലെ? നമ്മൾ വയസ്സായി എന്ന് നമ്മൾ ചിന്തിച്ച് പിന്നെ നിൽക്കുന്നതിനേക്കാൾ അപ്പുറത്ത് വീണ്ടും നമ്മൾ ക്രിയേറ്റീവായിട്ട് തിങ്ക് ചെയ്യുകയും പ്രവർത്തിക്കുകയും ആക്ഷൻ എടുക്കുകയൊക്കെ ചെയ്യുന്നതിനനുസരിച്ചിട്ട് പുതിയ സെല്ലുകൾ രൂപപ്പെട്ടു വരും. അപ്പൊ നമുക്ക് വീണ്ടും മനോഹരമായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ പറ്റും എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ആ രീതിയിൽ പുതിയ പഠനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന കാലത്ത് വീണ്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും ഇന്നത്തെ ഒരു സെഷൻ ലീഡ് ചെയ്ത നമ്മുടെ വഹാബ് സാറിന് എല്ലാവിധ സന്തോഷങ്ങളും അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു എപ്പിസോഡിൽ ജോയിൻ ചെയ്ത് ഇന്ററാക്ട് ചെയ്ത് ഈ ഒരു സെഷനെ, ഈ ഒരു ഈവനിങ്ങിനെ മനോഹരമാക്കിയ പ്രിയപ്പെട്ട എല്ലാ കൂട്ടുകാർക്കും സന്തോഷങ്ങൾ അറിയിച്ച് ഇന്നത്തെ ഈ ഒരു സെഷൻ വൈൻഡപ്പ് ചെയ്തതായിട്ട് അറിയിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സന്തോഷം, സ്നേഹം. ബൈ ബൈ, ഗുഡ് നൈറ്റ്. Good night. Thank you.